पहली बार हुआ है कि पार्लियामेंट में इधर से प्लीज पहली बार हुआ है कि നമസ്കാരം. അംബേദ്കർ അവഹേളനത്തിൽ പ്രതിരോധത്തിലായി ഇന്നും BJP. പ്രധാനമന്ത്രി തന്നെ നേരിട്ടിടപെട്ട് ന്യായീകരിക്കാൻ നോക്കിയിട്ടും അമിത്ഷായുടെ അംബേദ്കർ അവഹേളന പ്രസംഗം കൂടുതൽ ചൂടുപിടിക്കുന്ന കാഴ്ചയാണ് ഇന്ന് രാജ്യ തലസ്ഥാനം കണ്ടത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിവസം രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷ നിരയ്ക്ക് മുന്നിൽ തല കുനിച്ചു നിൽക്കേണ്ടി വന്നത് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ഭരണഘടനയെ സംരക്ഷിക്കാൻ ആരാണ് മുന്നിൽ എന്ന വിഷയത്തിൽ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞെത്തിയ BJPക്ക് പക്ഷേ അമിത്ഷായുടെ പ്രസംഗത്തോടെ നില തെറ്റി. മതേതരത്വവും ഫെഡറലിസവും ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്തിൻ്റെ അഭിമാനമായ ഭരണഘടനയുടെ ശില്പി ഭീമറാവ് റാംജി അംബേദ്കറെ ദൈവമായി കാണുന്ന രാജ്യത്തോട് അംബേദ്കർ അംബേദ്കർ എന്ന് പറയാതെ ദൈവത്തിൻ്റെ പേര് പറയാൻ പറഞ്ഞതിന് അമിത്ഷായും നരേന്ദ്രമോദിയും BJP പരിവാരവും രാജ്യത്തോട് മാപ്പ് പറയണ്ടേ? മനസ്സിലിരിപ്പ് പുറത്തു ചാടിയത് രാജ്യം ചർച്ച ചെയ്യുമ്പോൾ, അതിൻ്റെ പേരിൽ പ്രതിഷേധം ആളിക്കത്തുമ്പോൾ BJPക്ക് ഇനി എന്തുണ്ട് പറയാൻ? ആവശ്യത്തിന് അംഗബലം പോലുമില്ലാതെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പോലെ തീർത്തും സംഘപരിവാർ നിയമങ്ങൾ പാസാക്കാൻ ഇറങ്ങിത്തിരിച്ചവർക്ക് അംബേദ്കർ വിവാദം കനത്ത പ്രഹരം നൽകുന്ന കാഴ്ചയാണ് കാണുന്നത്. നാനാത്വത്തിൽ ഏകത്വം പഠിപ്പിച്ച് ഇന്ത്യയെ മതരാഷ്ട്രമാക്കാതെ ഫെഡറൽ മൂല്യങ്ങൾക്ക് അടിവരയിട്ട ഭരണഘടന നമുക്ക് തന്ന അംബേദ്കറാണ് യഥാർത്ഥ ദൈവം എന്ന് ആരാണ് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക? അംബേദ്കറോട് BJPക്ക് പുച്ഛം എന്തുകൊണ്ട്? ന്യൂസ് ചർച്ച ചെയ്യുന്നു. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: ഡോക്ടർ വി ശിവദാസൻ MP CPIM, വലതു നിരീക്ഷകൻ ഷാബു പ്രസാദ്, പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ഫസൽ ഗഫൂർ എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ ഷാബു പ്രസാദ്, എന്തുകൊണ്ടാണ് അംബേദ്കറോട് BJPക്ക് പുച്ഛം എന്ന് ചോദിക്കേണ്ടി വന്നിരിക്കുന്നത്? അംബേദ്കറെ അവഹേളിച്ച് ദിവസങ്ങളായിട്ടും ഒരു നടപടിയും അമിത്ഷാക്കെതിരെയോ BJPയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ പുച്ഛം? അംബേദ്കറോട് BJPക്ക് പുച്ഛമാണെന്ന് ആര് പറഞ്ഞു? അത് നിങ്ങളുടെ വ്യാഖ്യാനം. നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾക്കും നിങ്ങളുടെ നറേറ്റീവുകൾക്കും എന്തിനാണ് ബാക്കിയുള്ളവർ മറുപടി പറയുന്നത്? അംബേദ്കറോട് BJPക്കും സംഘപരിവാരത്തിനുമുള്ളത് ആരാധനയും ബഹുമാനവും തന്നെയാണ് എന്നുള്ളത് ചരിത്രം പലവട്ടം തെളിയിച്ചതാണ്. അതിന് ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങളുമുണ്ട്. എന്നാൽ ഈ അംബേദ്കറോടും ഭരണഘടനയോടും ഈ നിങ്ങളടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും ഉണ്ടായിരുന്ന നിലപാടുകളും അവരുടെ സമീപനങ്ങളും ഇതും ചരിത്രത്തിൽ ഇഷ്ടം പോലെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇവിടെ സത്യത്തിൽ ഇപ്പൊ ഈ ഭരണഘടനയോടുള്ള ആ നിങ്ങളുടെ ആദരവൊക്കെ കണ്ടപ്പം ഇവിടെ സത്യത്തിൽ ചർച്ചയ്ക്ക് ഇരിക്കേണ്ടിയിരുന്നത്, നിങ്ങൾ വിളിക്കേണ്ടിയിരുന്നത് നിങ്ങളുടെ മന്ത്രി സജി ചെറിയാനെ ആയിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാര്യം അദ്ദേഹമാണല്ലോ ഭരണഘടനയെ പറ്റി ഏറ്റവും മനോഹരമായ ഗംഭീരമായ ഒരു നമ്മുടെ ഈ അടുത്ത കാലത്ത് ഭരണഘടനയെ പറ്റി ഇത്രയും വ്യക്തമായ ഒരു വ്യാഖ്യാനം നൽകിയ മഹാനായ മനുഷ്യനാണല്ലോ. അദ്ദേഹമായിരുന്നു ഒരുപക്ഷെ ഇവിടെ ചർച്ചയ്ക്ക് വരേണ്ടിയിരുന്നത് എന്നൊരു അഭിപ്രായം. തീർച്ചയായിട്ടും വിളിക്കാം. അതായിരുന്നു വേണ്ടിയിരുന്നത്. എന്തായാലും BJPക്കും സംഘപരിവാറിനും ഭരണഘടനയോടും
അതേപോലെ അംബേദ്കറിനോടും ഉള്ള നിലപാട് വളരെ വ്യക്തമാണ്. ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ ഭരണഘടന അല്ലെങ്കിൽ അംബേദ്കർ അംബേദ്കർ എന്ന് പറഞ്ഞ് ഈ നിലവിളിച്ചുകൊണ്ട് നടക്കുന്ന ഈ കൂട്ടങ്ങളൊക്കെ നമ്മുടെ ചരിത്രത്തിൽ എവിടെയായിരുന്നു എന്നുകൂടി നമുക്ക് പരിശോധിക്കണം. അംബേദ്കർ 1956 അന്തരിച്ച അംബേദ്കറിന് ഒരു പോസ്റ്റ് ഹ്യൂമസ് ആയിട്ട് ഒരു ഭാരതരത്നം നൽകിയത് എന്നായിരുന്നില്ല. 1990 ഈ നെഹ്റു കുടുംബം അധികാരത്തിൽ ഒഴിഞ്ഞു നിന്ന സമയത്തായിരുന്നു. അന്നൊരു ഇത്രയും കാലത്തിനിടയില് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഒക്കെ സ്വയം കഴുത്തിലെടുത്തണിഞ്ഞ ഭാരതരത്നമാണത്. ഞാനാണ് ഭാരതരത്നം എന്ന് സ്വയം പ്രഖ്യാപിച്ച് സ്വയം കഴുത്തിലണിഞ്ഞ ആ സംഭവം. അതിനുശേഷം 1990 ഈ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് BJP സപ്പോർട്ടോടുകൂടി ഐക്യമുന്നണി ഗവൺമെന്റ് ഉണ്ടായിരുന്ന കാലത്താണ് അംബേദ്കറിന് പോസ്റ്റ് ഹ്യൂമസ് ആയിട്ട് ഭാരതരത്നം നൽകിയത്. അതേപോലെ തന്നെ സർദാർ പട്ടേലിനും. അതേപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ അംബേദ്കറിനെ ഇവിടെ ഇന്ത്യയിൽ ഒരു MP ആകാൻ, മെമ്പർ ഓഫ് പാർലമെന്റ് ആകാൻ പോലും ഈ കൂട്ടങ്ങൾ അനുവദിച്ചിട്ടില്ല. അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നെഹ്റുവും കൂടി ഒത്തുചേർന്ന് കളിച്ചിട്ടാണ് അംബേദ്കറിനെതിരെ അവിടെ മത്സരിച്ച അംബേദ്കറിനെതിരെ ഒരു ലോ പ്രൊഫൈലുള്ള ഒരാളെ നിർത്തി അവിടെ ജയിച്ചത്. അതുമല്ല ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ട്. ശരി, ഷാബു പ്രസാദ്, കോൺഗ്രസിനകത്തുള്ള അല്ലെങ്കിൽ അന്ന് രാജ്യം സ്വതന്ത്രമാക്കപ്പെടുന്ന സമയത്ത് ഭരണഘടന ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സമിതിക്കകത്തുള്ള തർക്കങ്ങളോ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളോ ഒക്കെ നമുക്ക് അവിടെ മാറ്റിവെക്കാം. അതൊക്കെ താങ്കൾ ഇപ്പോൾ അല്ല, അത് ബി ജെ പിക്ക് അനുകൂലമാകുന്നതല്ലല്ലോ. ഇതിപ്പോ നമ്മുടെ ചർച്ച അതല്ലല്ലോ. അത് BJPയുടെ അല്ല, മാറ്റിവെക്കണ്ട. താങ്കൾ അത് പറഞ്ഞോളൂ. പക്ഷെ അത് BJPക്ക് അനുകൂലമായ കാര്യങ്ങളായി നമുക്ക് ഇവിടെ അവതരിപ്പിക്കാൻ പറ്റുന്നതാണോ എന്നാണ് എന്റെ സംശയം. അത് അവിടെ നിൽക്കട്ടെ. BJPക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒന്ന് താങ്കൾ കേൾക്കൂ. ഇപ്പോ ഇവിടെ അംബേദ്കർ എന്ന ആളുകൾ വിളിച്ചു പറയുന്നത് എന്തിനാണ് അംബേദ്കർ എന്ന് പറയുന്നത്? ആ സമയം ദൈവത്തിന്റെ നാമം ഉരുവിട്ടുകൂടെ എന്ന് ചോദിക്കുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായാണ്. അതെന്തൊരു വർത്തമാനമാണ്? അത് തന്നെയാണ് പറയുന്നത്. അതായത് ഇക്കണ്ട കാലം മുഴുവൻ ഭരണഘടനാ ശില്പിയും ഭാരതം കണ്ട ഏറ്റവും വലിയ മഹാപ്രതിഭകളിലും ഒരാളായിരുന്ന അംബേദ്കറിനെ ചരിത്രത്തിൽ ചവച്ചു തുപ്പുക മാത്രം ചെയ്തിട്ടുള്ള ഈ വർഗം, ഈ കള്ളക്കൂട്ടങ്ങൾ ഇപ്പം പെട്ടെന്നൊരു ഫാഷൻ പോലെ അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ കോൺഗ്രസിനെ പരിഹസിച്ചതാണത്. നിങ്ങൾ ഇപ്പോഴും ഈ ഫാഷനായിട്ട് അദ്ദേഹത്തിന്റെ 1 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രസംഗത്തിൽ നാണമില്ലേ ഇപ്പോ നിങ്ങൾക്ക് ഈ അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ട്? അങ്ങനെയല്ല അംബേദ്കർ എന്ന് നിങ്ങൾ ഒരു ഫാഷന് വേണ്ടി പറയുന്നതല്ലേ എന്നല്ല ചോദിച്ചത്. ദൈവനാമം പകരം പറയൂ എന്ന് പറഞ്ഞാൽ അംബേദ്കറുടെ പേര് ദൈവനാമത്തിന് തുല്യമല്ല, അതിനേക്കാൾ നീചമായ എന്തോ ആണെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ല, അപ്പൊ നിങ്ങൾ ഇവിടെ പറയുന്നത് ദൈവനാമം പറയുക എന്ന് പറഞ്ഞാൽ എന്തോ നീചമാണെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? ദൈവനാമം പറയുന്നതിന് വരെ അതിനേക്കാൾ നീചമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവനാമം എന്ന് പറഞ്ഞാൽ നീചമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാനല്ലല്ലോ പ്രശ്നം. ദൈവനാമം പറയുന്നതിന് പകരം അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ അംബേദ്കറെ അവഹേളിച്ചതിൽ ഒരു പശ്ചാത്താപവും ഇല്ല. ആ കാര്യത്തിൽ അമിത്ഷാ ചെയ്തതിന് ഒരു മാപ്പ് പോലും പറയാൻ തയ്യാറല്ല. അവഹേളനം എന്നൊരു വിഷയം അവിടെ വന്നിട്ടില്ല. നിങ്ങൾ അതിനെ അവഹേളനമായിട്ട് വ്യാഖ്യാനിച്ചാൽ നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾക്ക് മാപ്പ് പറയാൻ സൗകര്യവുമില്ല. ശരി ഡോക്ടർ ശിവദാസൻ, ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓരോ നറേറ്റീവ് കൊണ്ടുവരുമ്പോൾ അതിന് വഴങ്ങാൻ BJPക്കും കേന്ദ്ര ഗവൺമെന്റിനും അമിത്ഷായ്ക്കും സൗകര്യമില്ല. ശരി അതിൽ അല്പം നിഷ്കളങ്കതയൊന്നുമില്ല. ആ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമിത്ഷാ പറഞ്ഞത്. ഇത് BJPയുടെ തന്ത്രമാണ് എന്നുള്ളത് കൂടുതൽ വ്യക്തമാകുകയാണ്. അപ്പോ അല്ല, തന്ത്രത്തിന്റെയും മന്ത്രത്തിന്റെയും കാര്യമൊന്നുമല്ല പറഞ്ഞത്. 1 മണിക്കൂറോളം നീണ്ടു നിന്ന പ്രസംഗത്തില് സർക്കാസ്റ്റിക് ആയിട്ട് കോൺഗ്രസിന്റെ അംബേദ്കർ നിലപാട്, കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഇതുവരെ ഇല്ലാതിരുന്ന അംബേദ്കർ പ്രേമം പെട്ടെന്ന് പൊട്ടിമുളച്ചു വന്നപ്പോൾ അതിനോടുള്ള ഒരു പരിഹാസ രൂപേണയുള്ള പ്രതികരണമാണത്. അല്ലല്ല, അത് പറയാൻ BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായി ജീവിതം തന്നെ സമർപ്പിച്ച്
ആ പറയുന്ന മതത്തിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥകൾക്കെതിരായി പോരാടിയ ഒരു മഹാനായ മനുഷ്യനാണ് BR അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ BJPയുടെ തത്വശാസ്ത്രങ്ങൾക്കെതിരായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഇന്നിപ്പോൾ കോൺഗ്രസിനകത്തെ ആഭ്യന്തര തർക്കങ്ങളോ അതല്ലെങ്കിൽ ഈ പറയുന്നൊരു തെറ്റ് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം, അമിത്ഷായ്ക്ക് ഒരു തെറ്റ് പറ്റി എന്നുള്ളത് കൊണ്ട് ന്യായീകരിക്കാൻ വേണ്ടി മാത്രം കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും ആക്ഷേപിക്കാൻ വേണ്ടി അംബേദ്കറെ തങ്ങളുടെ ഭാഗത്തേക്കാക്കി മാറ്റുന്നത് എങ്ങനെയാണ് BJPയെ അതിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നോക്കിക്കാണാനാവുക? സാർ പറയുന്നതിന് എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാനാവുക? നിങ്ങളുടെ അംഗീകാരം ആർക്ക് വേണം ലാലേ? അപ്പൊ എന്തെങ്കിലും പറയാ, ആർക്ക് വേണം നിങ്ങളുടെയൊക്കെ അംഗീകാരം? അംബേദ്കറെ അനുകൂലിക്കുന്നവരുടെ അംഗീകാരം വേണ്ടേ നിങ്ങൾക്ക്? അംബേദ്കർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്ന, അംബേദ്കർക്ക് വേണ്ടി ഒച്ച വെക്കുന്ന ഞങ്ങളുടെ ആരുടെ അംഗീകാരം നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങളുടെ അംഗീകാരം ആർക്കും വേണ്ട. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ട നിങ്ങളെ, പിന്നെയല്ലേ ആർക്കും വേണ്ട. അംബേദ്കറുടെ ഭാഗത്ത് നിൽക്കുന്ന ജനങ്ങളെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? അംബേദ്കർക്കൊപ്പം നിൽക്കുന്ന, അംബേദ്കറെ ആരാധിക്കുന്ന, അംബേദ്കറെ ദൈവത്തെ പോലെ കാണുന്ന ആളുകളെ നിങ്ങൾക്ക് വേണ്ടേ? ആ നിങ്ങൾ ജനങ്ങളുടെ തൽക്കാലം വക്കാലത്ത് എടുക്കണ്ട. അത് നിങ്ങൾ അംബേദ്കർ ജനങ്ങളുടെ വക്കാലത്തല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് എടുക്കുകയാണ്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും കച്ചകെട്ടി ഇറങ്ങി അംബേദ്കറെ തോൽപ്പിച്ച തെരഞ്ഞെടുപ്പില് ആ തെരഞ്ഞെടുപ്പ് മാനേജ് ചെയ്തത്, ആ അംബേദ്കറുടെ തെരഞ്ഞെടുപ്പ് മാനേജർ RSS നേതാവായിരുന്ന ദത്തോംബാം ഠേങ്ക്ഡി ആയിരുന്നു. 1952 കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് മുതൽ RSSഉം അല്ലെങ്കിൽ സംഘപരിവാറും ഡോക്ടർ ശിവദാസൻ ഇനി കൂടുതൽ പറഞ്ഞു പോയാൽ ചിലപ്പോ ഇനി BJPയുടെ തന്നെ ഭാഗമായിരുന്നു അംബേദ്കർ എന്ന് വേണമെങ്കിൽ പറയാൻ പോലും മടിക്കില്ല ശ്രീ ഷാബു പ്രസാദ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് നിഷേധിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ എന്നെ പറയാൻ വേണ്ടി എന്നോട് ചോദ്യം ചോദിക്കുകയും എനിക്ക് പറയാൻ അവസരം തരാതിരിക്കുകയും ചെയ്താൽ ഞാൻ എങ്ങനെ സംസാരിക്കാൻ? ഇപ്പോൾ ചർച്ച തുടങ്ങിയിട്ട് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ RSSന്റെ പ്രചരണം എത്രമേൽ നിന്ദ്യമാണ് എന്നുള്ളത് രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, RSS എന്തൊക്കെയാണ് പറയുന്നത്. അമിത്ഷായുടെ പ്രസംഗത്തിൽ അംബേദ്കറിനോടുള്ള അദ്ദേഹത്തിൻ്റെ വിദ്വേഷം, അംബേദ്കറിൻ്റെ രാഷ്ട്രീയത്തോടുള്ള RSSന്റെ വിദ്വേഷം അതിങ്ങനെ പുറത്തു ചാടുകയായിരുന്നു. എത്രമാത്രം നികൃഷ്ടമായ പരാമർശമാണ് ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഞാനും നിങ്ങളും കേട്ടത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ മഹത്തായിട്ടുള്ള സംഭാവന നൽകിയിട്ടുള്ള മഹാനായ ഒരു വ്യക്തിയെ പാർലമെൻറ്റിനകത്ത് എത്രമേൽ ഭീകരമായിട്ടാണ് അധിക്ഷേപിച്ചത്. നിങ്ങൾ ഭഗവാന്റെ പേര് വിളിച്ചിരുന്നെങ്കിൽ, ഭഗവാൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ 7 തലമുറക്ക് മോശം കിട്ടുമായിരുന്നുവല്ലോ. എന്തിനാണ് നിങ്ങൾ ഈ അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ അദ്ദേഹം ചോദിച്ചത്. അതിനൊപ്പം പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകൾ എടുക്കാം. അദ്ദേഹത്തിന് RSSന്റെ തത്വശാസ്ത്രത്തിൻ്റെ പ്രചാരകരെക്കുറിച്ച് പറയാൻ ഏറെ സമയമുണ്ടായി. എന്നാൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മഹാസംഭാവനകൾ നൽകിയിട്ടുള്ള ഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകളെക്കുറിച്ച് പറയാൻ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് സമയം കിട്ടാതെ പോയത് അത് സ്വാഭാവികമായി സംഭവിച്ചൊരു പിഴവാണ് എന്ന് നമ്മൾ കരുതേണ്ടതില്ല. തികച്ചും ബോധപൂർവമായിട്ടാണ്. പിന്നെ ഇവിടെ ചിലർ RSSന് വേണ്ടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഇദ്ദേഹം അംബേദ്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഏജൻ്റായി. ആര്? RSSന്റെ നേതാവ് അംബേദ്കറിൻ്റെ ഏജൻ്റായിരുന്നു എന്നാണ്. നിങ്ങളല്ലേ പറയാറ് RSS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല എന്നുള്ളത്. പിന്നെങ്ങനെയാണ് RSSന്റെ ആളുകൾ തെരഞ്ഞെടുപ്പ് ഏജൻ്റായിട്ടിരിക്കുക? RSS എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഏജൻറ്റിനെ നിശ്ചയിക്കുക? രാഷ്ട്രീയത്തിലിടപെടാത്ത സാംസ്കാരിക സംഘടനയാണ് എന്ന് പറഞ്ഞിട്ട് സർക്കാരിൻ്റെ അടുക്കൽ നിന്ന് ഓർഡറും വാങ്ങിയിട്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും സർക്കാർ സർവീസിലുള്ളവർക്ക് RSSൽ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടരല്ലേ നിങ്ങൾ? കേരളത്തിലെ സർക്കാർ നന്നായി നോക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുള്ള നിങ്ങൾ എങ്ങനെയാണ് ഇത് പറയുന്നത്? പിന്നെ 1950കളിൽ RSS ചെയ്ത നികൃഷ്ടമായിട്ടുള്ള പ്രവൃത്തികൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക്. അംബേദ്കറിൻ്റെ കോലം കത്തിച്ചവരാരാണ്? അംബേദ്കറിൻ്റെ കോലം കത്തിച്ചവർ എന്തിനാ? ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? അത് ആറ്റം ബോംബാണ്, അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾക്ക് സ്വത്തിൻ്റെ മുകളിൽ അവകാശം ഉണ്ടാവുന്ന, അതിനൊപ്പം സ്ത്രീകളുടെ പുരോഗതിക്ക് കാരണമായിട്ടുള്ള ഒരു നിയമം ബില്ല് അംബേദ്കറും ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകളും ചർച്ച ചെയ്ത്
രൂപപ്പെടുത്തി കൊണ്ടുവന്നപ്പോൾ അതിനെതിരായിട്ട് ആരായിരുന്നു പ്രക്ഷോഭം നടത്തിയിട്ടുള്ളത്? അന്ന് നിങ്ങൾ കാണേണ്ടത് അന്നൊരു മഹാരാജ്, ആ മഹാരാജ് അന്ന് പ്രസംഗിച്ചത് എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, മഹാരാജിൻ്റെ പ്രസംഗത്തിൽ പറയാണ്, സ്വാമി കർപ്പതി മഹാരാജാവിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, സ്ത്രീകൾക്ക് ഇഷ്ടം പോലെ വിവാഹം കഴിക്കാം, ഞാൻ എന്നിട്ട് വീണ്ടും പറഞ്ഞു പുരുഷന്മാർക്ക് കഴിക്കാം. എന്തൊക്കെ ഇന്ന് ചില എന്താ പറയേണ്ടത്, ചില ആളുകൾ വലിയ നിലയിൽ ഈ സ്ത്രീ ശാക്തീകരണത്തിനെതിരായി നിലപാടെടുക്കുന്ന ആളുകൾ പുരുഷന്മാരുടെ പൊളിഗാമിയെക്കുറിച്ച് അതിനെ ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗം നടത്തി ഹിന്ദു മതത്തിലെ അനാചാരങ്ങളെ ഇല്ലാതാക്കുന്ന നിയമം ബില്ല് മുന്നോട്ട് വെച്ചപ്പോൾ ആ ബില്ലിനെതിരായിട്ട് ആക്ഷേപങ്ങളുടെ പേമാരിയാണ് ചൊരിഞ്ഞത്. അന്ന് ആറ്റം ബോംബാണിത് എന്ന് വിശേഷിപ്പിച്ചവരാണ്. ഇനി അതിനു മുമ്പിലത്തെ കഥയെടുക്കാം. ഇന്ത്യയുടെ ഭരണഘടന മുമ്പോട്ട് വെച്ചപ്പോൾ എന്താ പറഞ്ഞത്? അംബേദ്കർ ചെയർമാനായിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗീകരിച്ച് ഇന്ത്യൻ ഭരണഘടനയായി രൂപപ്പെടുത്തി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഇന്ന് ഭരണഘടനാ ദിവസമായി ആചരിക്കുന്ന നവംബർ മാസത്തിലെ ആ ദിവസം ഉണ്ടല്ലോ, ആ 26 കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഓർഗനൈസറിൽ RSSൻ്റെ മുഖപത്രത്തിൽ ഒരു ലേഖനം വന്നു. എന്താ എഴുതിയത്? ഹിന്ദു സംസ്കാരത്തെ ഭാരതീയമായ ഒന്നുമില്ലാത്ത ഏറ്റവും മോശപ്പെട്ട ഒന്നായി ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ച ആളുകളാണ് ഇത്, നമ്മൾ അംഗീകരിക്കേണ്ടതില്ലെന്ന് പ്രസംഗിച്ച കൂട്ടരാണ് ഇന്ത്യയിലെ വലതുപക്ഷം, RSS ഉൾപ്പെടെയുള്ള അവരോടൊപ്പം നിൽക്കുന്ന ചിന്തകന്മാരായിട്ടുള്ള അവരുടെ പ്രചാരകരായിട്ടുള്ള ആളുകൾ എന്നുള്ളത് വിസ്മരിച്ചു പോരുത്. ഇനി ഇന്ത്യക്ക് ത്രിവർണ്ണ പതാകയല്ല വേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടരാണ്. ഇനിയും എന്തൊക്കെ പറയാനുണ്ട്. അംബേദ്കറിൻ്റെ ജീവിതം എന്നുള്ളത് RSSൻ്റെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. RSSൻ്റെ വർഗീയ തത്വസംഹിതക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. അംബേദ്കർ ദ്വിരാഷ്ട്രവാദത്തെ, ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രത്തെ അദ്ദേഹം എതിർത്തു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഹിന്ദു രാജ് വരികയെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള ഒന്നാണ്, ഒരു ദുരന്തമായിരിക്കും അതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മതത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രാഷ്ട്രത്തെ അദ്ദേഹം അംഗീകരിച്ചില്ല. നാനാത്വത്തിൽ ഏകത്വമെന്ന ഇന്ത്യൻ കാഴ്ചപ്പാടാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത്. ദേശീയതയെക്കുറിച്ചുള്ള അംബേദ്കറിൻ്റെ കാഴ്ചപ്പാട് RSSൻ്റെ രാഷ്ട്രീയത്തിന്, RSSൻ്റെ കാഴ്ചപ്പാടിന് തികച്ചും വിഭിന്നമായിരുന്നു. RSS ഏകശിലാത്മകമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുമ്പോൾ അംബേദ്കർ അത് ബഹുസ്വരതയായിട്ടാണ് കണ്ടത്. ഇന്ത്യൻ ദേശീയത എന്നുള്ളത് ബഹുദേശീയതയുടെ സംഗമമായിട്ടാണ് അംബേദ്കർ നോക്കി കണ്ടത്. ആ അംബേദ്കറിനെയാണ് നിങ്ങൾ എന്തായി മാറ്റി തീർക്കാൻ നോക്കുന്നത്? അദ്ദേഹം ഇതര മതവിരുദ്ധനായി RSSനോടൊപ്പം നിന്ന ആളായിട്ട് നിങ്ങൾ അവതരിപ്പിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് RSS എത്രമേൽ അപമാനിക്കാൻ ശ്രമിച്ചാലും അപമാനിതനാവുന്ന ഒരാളല്ല ആര്? അംബേദ്കർ. അംബേദ്കർ മുന്നോട്ട് വച്ചിട്ടുള്ള സാമൂഹ്യ നീതി എന്ന കാഴ്ചപ്പാടിനെ ഉയർത്തിക്കെട്ടുന്നവരാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷവാദികൾ. ഒരു കാര്യം കൂടി ഞാൻ പറയാം, അത് സാമൂഹ്യ നീതി എന്ന അംബേദ്കറിൻ്റെ കാഴ്ചപ്പാടാണ്. അംബേദ്കർ മുന്നോട്ട് വച്ചിട്ടുള്ളത് ഈ നാട്ടിലെ അധസ്ഥിതരായിട്ടുള്ള ജനവിഭാഗത്തിൻ്റെ നീതിബോധമാണ്. അവർക്ക് നീതി കിട്ടേണ്ടതിനെക്കുറിച്ചാണ്. ഈ സർക്കാരാണ് അധസ്ഥിതരായ ജനവിഭാഗങ്ങളെ ഏറ്റവും വേട്ടയാടുന്നത്. അത് പിഞ്ചുകുട്ടികൾ മുതൽ ഉയർന്ന പ്രായഘടനയിലുള്ള ആളുകൾ വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ പഠനത്തിൻ്റെ സ്കോളർഷിപ്പുകൾ എടുത്തു കളഞ്ഞു. ഇപ്പോൾ അംബേദ്കറിൻ്റെ പേരിലുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. ഈ രാജ്യത്തിലെ പിന്നോക്കം കിടക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പാണ്. അംബേദ്കറിൻ്റെ പേരിലുള്ള സ്കോളർഷിപ്പ് എത്രയാണ് നിങ്ങൾ വെട്ടിക്കുറച്ചത് എന്നുള്ളത് നോക്കുക. എൻ്റെ ഈ സംഭാഷണം കേൾക്കുന്ന ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് അവർക്കറിയാം അതിൻ്റെ കണക്ക്. മൗലാന ആസാദിൻ്റെ പേരിലുള്ള ഫെലോഷിപ്പ് വെട്ടിക്കുറച്ചത് ആരാണ്? ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള, അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. അമിത്ഷായും മോദിയും നേതൃത്വം നൽകുന്ന RSS രാഷ്ട്രീയത്തിൻ്റെ സർക്കാർ ആദിവാസി, ദളിത് ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചു. അവർക്ക് വിദ്യാലയങ്ങളിൽ നൽകേണ്ടി വരുന്ന ഫീസ് വർദ്ധിക്കുന്ന നിലയുണ്ടായി. ഈ വിദ്യാർത്ഥി വിരുദ്ധത, സാമൂഹ്യ നീതിക്കെതിരായിട്ടുള്ള നിങ്ങളുടെ അക്രമം ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് പാർലമെൻറ്റിൽ ഉണ്ടായത്. പാർലമെൻറ്റിൽ ബില്ലുകൾ ചർച്ചയില്ലാതെ പാസ്സാക്കുമ്പോൾ അതിനെതിരായി ശബ്ദിക്കുന്ന പാർലമെൻറ്റേറിയന്മാരെ പല നിലയിൽ വേട്ടയാടുന്നു. ആ വേട്ടയാടലുകൾ സസ്പെൻഷനിലായി കണ്ടു, കള്ളക്കേസെടുക്കലായിട്ട് കണ്ടു. ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ, എല്ലാ ഏകാധിപതികളും തലകുത്തി വീണിട്ടുണ്ട്. ഹിറ്റ്ലറും മുസോളിനിയും എങ്ങനെയാണ് അവസാനം അനുഭവിച്ചത് എന്നുള്ളത് RSSൻ്റെ നേതൃത്വവും
ഓർമ്മിക്കുന്നത് നന്ന് എന്നുള്ളത് മാത്രമാണ്. ശരി, എന്താണോ BR അംബേദ്കർ എതിർത്ത് കൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമാണ് അംബേദ്കർ എന്ന് ഇപ്പോൾ പറയുമ്പോഴാണ് അത് വല്ലാതെ കൗതുകം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഞെട്ടൽ ഉണ്ടാക്കുന്നത്. ഞാൻ ഡോക്ടർ ഫസൽ ഗഫൂറിലേക്ക് ഒന്ന് പോവുകയാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ, സാന്ദർഭിക വശാൽ പറയേണ്ട ഒരു കാര്യം, താങ്കൾ ഇപ്പോഴുള്ളത് ബോധഗയയിലാണ് എന്നെനിക്ക് തോന്നുന്നു. ബുദ്ധൻ്റെ അവിടെ പോയിട്ട് വരെയാണ്. അത് ശരി, മഹാബോധി ക്ഷേത്രത്തിലാണ് 1 മണിക്കൂർ മുമ്പ്. എന്തായാലും ആ ദിവസം തന്നെ വൈകുന്നേരം ഇങ്ങനൊരു ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ രാജ്യം ചർച്ച ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയാം. ഡോക്ടർ ശിവദാസനെ പോലുള്ളവർ വലിയ പോരാട്ടം നടത്തി വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെ താങ്കൾ മനസ്സിലാക്കുന്നുണ്ടാകും. അംബേദ്കറോട് BJPക്ക് പുച്ഛം എന്തിന് എന്ന് ഞാൻ ചോദിച്ചു. അതായിരുന്നു യഥാർത്ഥ ചോദ്യം. അത് തന്നെയാണ് ഇപ്പോൾ രാജ്യം ചോദിക്കുന്നത്. പക്ഷേ അംബേദ്കർ ഞങ്ങളുടെ ആളാണ് എന്നാണ് ഷാബു പ്രസാദ് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. താങ്കൾ പ്രതികരിക്കുന്നത് എങ്ങനെ? അല്ല, നമ്മളെ സാധാരണ ഞാനൊരു ന്യൂറോളജിസ്റ്റ് ആണല്ലോ, അപ്പൊ നമ്മൾ 2-3 വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്ന് കളക്റ്റീവ് സബ് കോൺഷ്യസ്നസ്, അതായത് ഒരു ജനതയുടെ മനസ്സിലിരിപ്പ് എന്നുള്ളത്. അതിപ്പോ ഉദ്ദേശിച്ചു വരുന്നത് ആരുടെ വേണം വെച്ചാൽ നമുക്ക് അവരുടെ മനസ്സിലുള്ള ചിന്ത വെച്ചാല് എന്താന്നുള്ളത് അതുമാതിരി വേറൊന്നാണ് ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ അറിയാതെ നമ്മൾ മനസ്സിലുള്ള പുറത്തു പറഞ്ഞു പോവുക. എനിക്ക് തോന്നുന്നത് അമിത്ഷാ അദ്ദേഹത്തിന്റെ ചിന്തയിലുള്ള ഒരു കാര്യം അറിയാതെ അങ്ങ് പെട്ടെന്ന് പറഞ്ഞു പോയി. ഒന്നാമത് തന്നെ അമിത്ഷാക്ക് ഈ കാര്യത്തിലെ കാര്യമൊന്നുമില്ല. കാരണം വെച്ചാൽ അദ്ദേഹം ജെയിൻ മതത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഇവരുടെ കൂട്ടത്തിലൊക്കെ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അവരിപ്പോ പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷമായ അവരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ്. അപ്പൊ അവർക്ക് ഇതിൽ കാര്യമില്ലെങ്കിലും എന്നാലും ഇപ്പൊ ഇതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഓർഗനൈസറിന്റെ ഒക്കെ ആദ്യകാലത്തുള്ള എല്ലാ ലേഖനങ്ങളും ബുക്കുകളൊക്കെ വായിച്ചു അതിന്റെ ലേഖനങ്ങളൊക്കെ വായിച്ചു നോക്കി കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യകാലത്ത് ഭാരതീയ ജനതാ പാർട്ടി ഒരു സവർണ പാർട്ടിയായിരുന്നു. അവർ ഒരു തരത്തിലുള്ള സംവരണത്തിന് അനുകൂലമല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിൽ അതിൽ പറയുമ്പോൾ കൂട്ടത്തിൽ ഞാൻ പറയാം, കാക്കാ കലേൽക്കൽ കമ്മീഷനെ മനസ്സിലല്ലേ പാസ്സാക്കാതിരുന്ന കോൺഗ്രസ് പാർട്ടി അതിൽപ്പെടും ആദ്യകാലത്ത്. നമ്മൾ രണ്ടും കൂടെ പറയണമല്ലോ. എന്തുകൊണ്ടാണ് മണ്ഡലിന് മുമ്പ് 1955 കൊണ്ടുവന്ന അത് തൊട്ടിട്ട് ദീനദയാൽ ഉപാധ്യായ, അദ്ദേഹമാണല്ലോ ഇവരുടെ താത്വികാചാര്യൻ. അദ്ദേഹത്തിന്റെ സമീപനവും അദ്ദേഹത്തിന്റെ ലേഖനങ്ങളൊക്കെ നമുക്ക് ഇതിൽ പഠിച്ചാൽ മനസ്സിലാവുന്നതാണ്. അവര് മുഴുവനും ഇതിന് എഗെയിൻസ്റ്റ് ആയിരുന്നു, സംവരണത്തിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. അംബേദ്കർ അവരുടെ ഒരു ഹീറോ ഒന്നും അല്ലായിരുന്നു. പിന്നെ എങ്ങനെ ഇത് മാറി? അതാണല്ലോ ചോദ്യം. നിങ്ങൾ എന്തുകൊണ്ട് പുച്ഛം എന്നുള്ള ചോദ്യത്തിനുള്ള മാറാനുള്ള കാരണം, നമ്മളെ രാമവൻ ജന്മഭൂമി പ്രശ്നം വന്നു. അങ്ങനെ ബാബരി മസ്ജിദ് ഇടിച്ചു പൊളിച്ചതിന് ശേഷം നടന്ന ഇലക്ഷനിൽ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പിരിച്ചുവിട്ട ഗവൺമെന്റുകളെല്ലാം തോറ്റുപോയി. അവരെല്ലാം തോറ്റുപോയി കഴിഞ്ഞപ്പോൾ അവരുടെ മറ്റൊരു താത്വികാചാരനായിട്ടുള്ള ഗോവിന്ദാചാര്യ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയൊന്നും പോയാൽ പറ്റൂല, നമുക്ക് ഒരു എഞ്ചിനീയറിംഗ് നടത്താനുണ്ട് സമൂഹത്തിൽ. ആ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ടാണ് പിന്നോക്ക ജാതികളെ കൂട്ടാനും ദളിതുകളെ കൂട്ടാനുമായിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് അവർ അംബേദ്കറെ പൊക്കിക്കൊണ്ടുവന്നത് എന്നുള്ളത്. അപ്പൊ അത് തീർച്ചയായിട്ടും അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പൊ അവർ അംബേദ്കറെ കൊണ്ടു നടക്കുന്നത്. പക്ഷെ തിരിച്ചൊരു ചോദ്യമുണ്ട്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടത്തുക, ഒരു ഗോസ്വാമി തീ വെച്ച് മരിച്ചു എന്നൊക്കെ നമ്മൾ വായിച്ചു, മനസ്സിലായ. പക്ഷെ ആ ഗോസ്വാമി പിന്നീട് ജീവിച്ചിരിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ അന്ന് ഇവരെതിരായിരുന്നല്ലോ, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് എതിരായിരുന്നു. അപ്പൊ കാലത്തിന്റെ ഒഴുക്കിനനുസരിച്ചിട്ട് ഇവരുടെ പോളിസികളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കൂടി ഇവരുടെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ആ നിലക്ക് ഇത് ഞാൻ കാണുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മനസ്സിലിരിപ്പ് പുറത്തോട്ട് ചാടി എന്നുള്ളതാണ്. അപ്പൊ ഇനി ഒരു കാര്യം, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാവുന്നു. ഇപ്പൊ ദളിതുകൾക്ക് ആ കാര്യങ്ങളൊക്കെ പതുക്കെ മനസ്സിലായി തുടങ്ങി. കഴിഞ്ഞ ഇലക്ഷനിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 28 ദളിത് MP കോൺഗ്രസിൽ വന്നു. പറഞ്ഞോളൂ ഡോക്ടർ. കേൾക്കാം, പറഞ്ഞോളൂ. 28 ദളിത് MP ഇപ്പൊ കോൺഗ്രസിൽ വന്നു. അതേസമയം 20 അല്ലെങ്കിൽ അപ്പുറത്തിപ്പുറത്ത് നോക്കാം. 270 മറ്റേ 20 വരുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ അർത്ഥം വലിയൊരു ഷിഫ്റ്റ് വന്നിരിക്കുകയാണ് ദളിത് വോട്ടിൽ. ഇപ്പുറത്തെ വശത്ത് നമുക്കറിയാം, അയോധ്യയിൽ രാം അവദേശ് പ്രസാദ് അല്ലെങ്കിൽ രാം അവദേശ് അദ്ദേഹമാണ് അവിടുത്തെ MP. അദ്ദേഹം ദളിതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദളിതുകൾക്ക് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങി. ഇന്ന് മായാവതിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. മായാവതി ആദ്യം കുറച്ച്
പതറിയുന്നെങ്കിലും ഇന്ന് വളരെ ശക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അവരുണ്ടായിട്ടുണ്ട് ഈ കാര്യത്തെ പറ്റിയിട്ട്. അപ്പൊ ഒരു കാര്യം വളരെ ഉറപ്പാണ്, നമുക്കിപ്പോൾ കുറെ കാലം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് മാത്രമല്ല വേറെ ശ്രമം കൂടെ നടന്നിട്ടുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അധികാരത്തിലുള്ള നമ്മുടെ ബീഹാറിൽ നടത്തിയിട്ടുള്ളതും അത് ഉത്തർപ്രദേശ് നടപ്പാക്കാനായിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്. അതായത് OBC-കളെ രണ്ടായിട്ട് തിരിക്കുക, പിന്നീട് അതിനുശേഷം ദളിതുകളെ രണ്ടാക്കി തിരിക്കുക, ദളിതും മഹാദളിതും. അപ്പൊ അതിൽ രസം എന്താ വെച്ചാൽ അംബേദ്കറിന്റെ വിഭാഗത്തിനെതിരായിട്ടാണ് നടക്കുന്നത്. അംബേദ്കറുടെ വിഭാഗം എന്ന് പറഞ്ഞാൽ മുന്നോക്കത്തിൽ പെടുത്തിയിരിക്കുന്നത് ചാമാർ എന്ന വിഭാഗത്തെയും മഹാർ എന്ന വിഭാഗത്തെയും ഇവരെയൊക്കെ മുന്നോക്കത്തിൽ പെടുത്തിയിരിക്കുകയും മുഷഹാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ തരത്തിലുള്ള ജാതികളെല്ലാം പിന്നോക്കത്തിൽ പെടുത്തിയിരിക്കുക. അതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ചിറാഗ് പാസ്വാൻ അടക്കമുള്ളവർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു ഡിവിസീവ് പൊളിറ്റിക്സ് അതിന്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ആ ഡിവിസീവ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഓഫ് കോഴ്സ് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അതായത് സർദാർ പട്ടേലിനോ അല്ലെങ്കിൽ BR അംബേദ്കറിനൊക്കെ എത്രയോ കാലം മുമ്പ് കോൺഗ്രസ് ഭാരതരത്നം കൊടുക്കുന്നുണ്ടായിരുന്നു. ആ കാര്യത്തിലൊന്നും യാതൊരു തർക്കമില്ല. അവിടെയാണല്ലോ ഇവർ സ്കോർ ചെയ്ത് നിൽക്കുന്നത്. കോൺഗ്രസിന്റെ അക്കാലത്ത് നടത്തിയിട്ടുള്ള പക്ഷേ ഇതൊക്കെ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ്, എത്ര ആത്മാർത്ഥത ഈ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ തെളിയുകയല്ലേ? അതല്ലേ ഇപ്പോൾ അംബേദ്കർ എന്ന് പറയുന്നതിന് പകരം ദൈവനാമം പറഞ്ഞാൽ നിങ്ങൾ മോക്ഷം കിട്ടും അല്ലെങ്കിൽ 7 സ്വർഗത്തിലെത്തും എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അംബേദ്കറെ എങ്ങനെയാണ് ഇവർ കാണുന്നത് എന്ന് വ്യക്തമാവുകയല്ലേ? അല്ല, വ്യക്തമാണ്. അതല്ല ഞാൻ പറഞ്ഞത്, നമ്മളെ മനസ്സിലിരിപ്പ് ഉണ്ടാവുമ്പോൾ നമ്മൾ അറിയാതെ പുറത്തു പറഞ്ഞു എന്നുള്ളതാണ് ഈ ഫ്രോയിഡിയൻ സ്ലിപ്പ്. അപ്പൊ മനസ്സിലിരിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുച്ഛമായിട്ടുള്ള ഒരു കാര്യമാവുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പറഞ്ഞു. പിന്നെ വാക്കുകൾ അങ്ങോട്ട് ടെസ്റ്റ് ചെയ്ത് വാക്കുകൾ ഇങ്ങോട്ട് തിരിച്ച് മറിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അത് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് നമുക്ക് മറ്റൊരു രീതിയിൽ നമ്മൾ ശ്രമിക്കുകയാണ്. അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്, അത് കോൺഗ്രസ്സുകാർ ചെയ്യണതാണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യണതാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. വന്നുപോയ വാക്കിന്റെ ഒരു പിഴവാണ്. ആ പിഴവിന് വേണ്ടിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹം അതിന് മാപ്പ് എന്ന് പറഞ്ഞാൽ ഖേദം പ്രകടിപ്പിക്കേണ്ടതാണ്. അങ്ങനത്തെ ഒരു പ്രശ്നം ഇത് ഒഴുക്കിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു പോയതാന്ന് പറയാനേ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കോൺഗ്രസ്സുകാരെ പറ്റിയിട്ട് ഉദ്ദേശിച്ച് പറഞ്ഞാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ. അങ്ങനെയല്ല നമ്മളെ പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല തോന്നുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിടത്ത് തന്നെ അതായത് പുച്ഛം എന്തിനാന്ന് ചോദിച്ചാൽ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൊത്തത്തിൽ ഉള്ള കോൺഗ്രസിന് എല്ലാവരുടെ കൂട്ടത്തിൽപ്പെട്ട എല്ലാ സവർണ വിഭാഗങ്ങൾക്കും ഒരു കാലഘട്ടത്തിൽ പുച്ഛമുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അത് മനസ്സിൽ തേട്ടി വന്നിരുന്നു. അത് ആ മനസ്സിൽ തേട്ടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലക്രമേണ അവരെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നു. അത് എല്ലാ വിഭാഗങ്ങളിലും എല്ലാ പാർട്ടികളിലും ഉള്ളവരുണ്ട്. അപ്പൊ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ജൈൻ മതത്തിൽപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇതിന്റെ ഡൈനാമിക്സ് അത് മനസ്സിൽ കിടക്കണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആ പുച്ഛം ഏതായാലും പുച്ഛത്തോടെ തന്നെ ജനങ്ങൾ അതിനെ തള്ളിക്കളയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ ഫസൽ ഗഫൂർ. ശ്രീ ഷാബു പ്രസാദ് വളരെ വ്യക്തമാകുന്ന കാര്യം, BJP-യുടെ ഭാഗത്ത് ഇപ്പോൾ രാജ്യം കാണുന്ന കാഴ്ച, അംബേദ്കറുടെ കാര്യത്തിൽ നിങ്ങൾ കോൺഗ്രസ് കൊടുക്കാത്ത ഭാരതരത്നം കൊടുത്ത സർക്കാരിനെ പിന്തുണച്ചു എന്നൊക്കെയുള്ളതാണല്ലോ നിങ്ങൾ പറഞ്ഞു വരുന്നത്. അതല്ലെങ്കിൽ നേരത്തെ താങ്കൾ പറഞ്ഞത് എന്താണ്, ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അംബേദ്കറുടെ തെരഞ്ഞെടുപ്പ് ഏജൻറ്റ് RSSകാരനായിരുന്നു എന്നൊക്കെ. അത് നേരത്തെ ഡോക്ടർ ശിവദാസൻ അത് വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു. എങ്ങനെയാണ് RSS രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് എന്നുള്ളത് നിങ്ങളിപ്പം മാറ്റി അതും അംബേദ്കർക്ക് വേണ്ടി വളച്ചൊടിച്ച് വീണ്ടും പറയുമോ, സമ്മതിക്കുമോ നിങ്ങൾ? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് പറയാൻ വയ്യാത്തത് കൊണ്ടാണ്. ഈ കാര്യത്തിൽ അംബേദ്കർ എന്ന് ദൈവത്തിന് പകരം പറയുന്നത് ശരിയായില്ല എന്ന് പറഞ്ഞ അമിത്ഷാ പറഞ്ഞ വാക്കുകളെ ഒരു ക്ഷമാപണത്തോടുകൂടി, അല്ലെങ്കിൽ ക്ഷമ എന്ന വാക്കിന് പകരം ഖേദമാണെങ്കിൽ, അതാണല്ലോ രാഷ്ട്രീയ മാന്യത അനുസരിച്ച് ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത്തരമൊരു പദം ഉപയോഗിച്ച് പോലും നിങ്ങൾക്ക് അംബേദ്കറെ മാനിക്കാൻ തയ്യാറാകാൻ പറ്റുന്നില്ലെങ്കിൽ അത് അംബേദ്കറോടുള്ള പുച്ഛമായിട്ടേ കാണുകയുള്ളൂ. അതുകൊണ്ടാണ് ചോദിച്ചത് അംബേദ്കറോട് പുച്ഛം എന്തിന് എന്ന്. എന്റെ ലാലെ, നിങ്ങൾ എന്ത് കാണുന്നു, എങ്ങനെ കരുതുന്നു എന്നൊക്കെ ഇവിടെ ആരെയും ബോധം ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് വേണേ കരുത്, ഇത് മറ്റുള്ളവരുടെ എന്താണ് സാർ, ഈ രാജ്യത്ത് ഞങ്ങളെ പോലുള്ള ആളുകൾക്കൊന്നും വിലയില്ലേ? ഇല്ല, നിങ്ങളെ പോലുള്ളവർക്ക് ഒരു വിലയില്ല. താങ്കളുടെ ബഹുമാനം എനിക്ക് വേണ്ട. താങ്കൾ എന്നെ ബഹുമാനിക്കണമെന്നോ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾ എന്നെ അംഗീകരിക്കണമെന്നൊന്നുമില്ല. ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഡോക്ടർ ഫസൽ ഗഫൂറിനെയോ ഡോക്ടർ ശിവദാസനെയോ ഒക്കെ നിങ്ങൾ അല്ലെങ്കിൽ എന്നെ കാണുന്ന പോലെ തന്നെയാണ് നിങ്ങളൊക്കെ കാണുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ RSS ഇങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് ഞങ്ങളെ ഒട്ടും വിഷമിപ്പിക്കുന്നില്ല. അത് ഞങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യമാണ്. ഓക്കെ, അതായത്
ഈ രീതിയിൽ കാര്യങ്ങളെ രാഷ്ട്രീയമായ രീതിയിൽ വളച്ചൊടിച്ച് ദുഷ്പ്രചരണം നടത്തുന്നവരുടെ നിലപാടുകളോട് പുച്ഛം മാത്രമേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെയുള്ളവർ എന്ത് കരുതുന്നു എന്നുള്ളത് ഇവിടെ വിഷയവുമല്ല. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി സർ, രാജ്യത്തിന്റെ പ്രതിപക്ഷം ഒന്നടങ്കം ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിനെതിരായി നിന്നുകൊണ്ട് പറയുകയാണ് ഈ അംബേദ്കറെ ഇങ്ങനെ അപമാനിച്ചത് ശരിയായില്ല, അയാം അംബേദ്കർ എന്ന മുദ്രാവാക്യം വിളിച്ച് അവരൊക്കെ നിൽക്കുകയാണ് റോഡിൽ. അപ്പോൾ അവരോട് നിങ്ങളെ ഞാൻ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ കോൺഗ്രസ് ആണ്, നിങ്ങളെ ഞാൻ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ CPM ആണ്, നിങ്ങൾ തൃണമൂലാണ്, നിങ്ങൾ മറ്റു പാർട്ടികളാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മാത്രം കേമന്മാരാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് സർ, ഇത് എന്ത് തരത്തിലുള്ള നിങ്ങൾ ഈ അംബേദ്കർ തന്ന ഭരണഘടനയെ പോലും മാനിക്കുന്നില്ല എന്നല്ലേ എൻ്റെ അർത്ഥം? അതാ പറഞ്ഞത്, നിങ്ങൾ അതിനെ എന്തൊക്കെ വ്യാഖ്യാനിക്കുന്നോ, നിങ്ങൾ അതിനൊക്കെ എന്തൊക്കെ അർത്ഥം കൽപ്പിക്കുന്നു എന്നുള്ളതിനൊന്നും മറുപടി പറയാനുള്ള സമയമില്ല, താല്പര്യമില്ല. ഇനിയും നിങ്ങൾക്ക് എന്താണ് തിരക്ക്? നിങ്ങൾ ഇതിലേക്ക് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പോയി പണി നോക്കാൻ പറഞ്ഞു. അതിന് പറയാനുണ്ട്. ഇപ്പൊ സൗകര്യം ഇല്ലാന്നും പറഞ്ഞല്ലോ, അത് കഴിഞ്ഞു. അവിടെ പാർലമെന്റ് സമ്മേളനമൊക്കെ കഴിഞ്ഞപ്പോ ഇനി മറ്റൊരു കാര്യം, അതുകൊണ്ട് അവസാനിക്കില്ലല്ലോ പാർലമെന്റ് സമ്മേളനം അവസാനിക്കില്ലല്ലോ കാര്യങ്ങൾ. എന്നാ എവിടെയെങ്കിലും പോയി കുത്തിയിരിക്കും, എന്തെങ്കിലും ചെയ്യും. ആരൊക്കെയാണ് കുത്തിയിരിക്കേണ്ടത്? TDP ഉണ്ട്, അല്ലെങ്കിൽ കൂടെയുള്ള മറ്റു ആളുകളൊക്കെ ഉണ്ടല്ലോ, JDU ഉണ്ട്, അവരൊക്കെ ഇനി കുത്തിയിരിക്കേണ്ടി വരുമോ? ഓക്കെ, വേണ്ടി വന്നാ വേണ്ടി വരും, അതൊക്കെ വേണ്ടി വരും. ഇനി നിങ്ങൾ മാത്രം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം നടത്തി അട്ടിമറിച്ച് മുന്നോട്ട് പോകും. അങ്ങനെ പോകും, അങ്ങനെ തന്നെ പോകും. എന്തേ നിങ്ങളെ കൊണ്ട് ചെയ്യാന്ന് നിങ്ങൾ ചെയ്യും. ഇനിയും വേറൊരു കാര്യം, ഇതൊരു വികാരത്തിന്റെ പുറത്ത് ഒരു ചിന്തയും ഇല്ലാതെ അങ്ങേപ്പോലുള്ള ആളുകൾ പറയുന്നതാണെന്നുള്ളത് മനസ്സിലാക്കാം. ഇത് RSSന്റെ അഭിപ്രായമാണോ താങ്കൾ ഈ പറയുന്നത്? ഇത് BJPയുടെ അഭിപ്രായമാണോ? അതോ ഷാബു പ്രസാദിന്റെ ഒരു വൈകാരികമായ ഒരു ജൽപ്പനം മാത്രമാണോ? ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഷാബു പ്രസാദ് എന്നുള്ള വ്യക്തിയായിട്ടാണ്. ഞാൻ എന്റെ നിലപാടും എന്റെ അഭിപ്രായവുമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അവിടെ നിൽക്കാം. ഇനി ഞാനൊന്ന് പറയട്ടെ, എനിക്ക് ഇവിടെ ധാരാളം പറയാനുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കിടന്ന് ഇങ്ങനെ വെള്ളം വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ പ്രസംഗം പാർലമെന്റിൽ നടന്ന് അവിടെ പാർലമെന്റിലാണല്ലോ ഈ പരാമർശം ഉണ്ടായത്. പാർലമെന്റിൽ പരാമർശം ഉണ്ടായപ്പോൾ ഇവിടെ ശിവദാസനെ പോലുള്ളവരൊക്കെ പാർലമെന്റിലുണ്ടല്ലോ. ആ സമയം ആരെങ്കിലും എന്തെങ്കിലും ഇതൊക്കെ ഉന്നയിച്ചോ? അവിടെ എന്തെങ്കിലും ബഹളം ഉണ്ടായോ? ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ ഇങ്ങനെ എന്തെങ്കിലും അവിടെ വന്നോ? സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ടതല്ലേ? എന്നാൽ അതല്ലല്ലോ മാന്യത. ഇപ്പൊ എനിക്ക് ഷാബു പ്രസാദ് അവിടെ പറയുന്നത് എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ കല്ലെടുത്തെറിഞ്ഞാൽ മതിയോ? അതാണല്ലോ നിങ്ങളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. അല്ലല്ലോ, താങ്കൾക്ക് സമയം തരുന്നുണ്ടല്ലോ സംസാരിച്ചോണ്ടിരിക്കുമ്പോ. അതല്ല, പാർലമെന്റിൽ ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ അതിനോട് എതിർപ്പ് ഉണ്ടാവണമെങ്കിൽ ആ നിമിഷം അവിടെ റെസ്പോൺസ് ഉണ്ടാവണമല്ലോ. അതുണ്ടായിട്ടില്ലെന്നാ പറഞ്ഞത്. അപ്പോൾ ഇത് മണിക്കൂറുകൾക്ക് ശേഷം രാഷ്ട്രീയ ഉദ്ദേശങ്ങളോടുകൂടി കരുതിക്കൂട്ടി ആലോചിച്ചുറപ്പിച്ചുണ്ടാക്കിയ സംഭവമാണ്. അതുകൊണ്ട് പറഞ്ഞത് ഇല്ലാതാകുന്നത് എങ്ങനെയാണ് സാർ? അതുകൊണ്ട് പറഞ്ഞത് ഇല്ലാതാകുന്നത് എങ്ങനെയാണ്? ഇനി അവിടെ നിൽക്കട്ടെ. ഇല്ലാതാകുന്നത് എങ്ങനെയാണ് സാർ? താങ്കൾ പറയുന്നത് അപ്പൊ അമിത്ഷാ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണോ? അല്ലല്ലോ. അല്ല, അമിത്ഷാ പറഞ്ഞത് ഞാനിപ്പോ ഇവിടെ വായിക്കാം. ബഹുമാനപ്പെട്ട സ്പീക്കർ, ഇപ്പോഴൊരു ഫാഷൻ ആരംഭിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് അംബേദ്കർ എന്നവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്രയധികം തവണ ഈശ്വരനെ വിളിച്ചിരുന്നെങ്കിൽ 7 ജന്മം അവർക്ക് സ്വർഗം ലഭിച്ചേനെ. പക്ഷെ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. വളരെ നല്ല കാര്യമാണ് അവർ ചെയ്യുന്നത്. അംബേദ്കറുടെ പേര് ഇപ്പോഴെങ്കിലും അവർ പറഞ്ഞു തുടങ്ങിയല്ലോ. അംബേദ്കറുടെ പേര് 100 തവണ ഇവർ പറയുന്നു. വായിക്കാൻ നമുക്ക് സമയമില്ല. അതേ 2 മണിക്കൂർ വായിക്കാൻ സമയമില്ല. അവിടെ ഒറ്റ കാര്യം താങ്കൾ ആദ്യം പറഞ്ഞ ആ ഭാഗത്ത് അംബേദ്കർ എന്ന് ഉച്ചരിച്ചുകൊണ്ട് അതൊരു ഫാഷൻ പോലെ അല്ലാതെ അതൊരു പാഷനായി, അതൊരു വികാരമായി ഉൾക്കൊണ്ടുകൊണ്ട് അംബേദ്കറെ ആരാധിക്കുന്ന ദൈവത്തെ പോലെ കാണുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരോടും ഇത് തന്നെയല്ലേ നിങ്ങൾ പറയുന്നത്? അല്ലല്ല, അത് പറഞ്ഞല്ലേ, കഴിഞ്ഞ 7 പതിറ്റാണ്ടായി അംബേദ്കർജിയെ പറ്റിയുള്ള ഇവരുടെ മനോഭാവം എന്തായിരുന്നു? ഇത്രയുമാണ്. ഞാൻ പ്രസംഗം മുഴുവനൊന്നും പറയുന്നില്ല. ഇവരുടെ കള്ളത്തരത്തിനെയും പൊള്ളത്തരത്തിനെയും അമിത്ഷാ അവിടെ പൊളിച്ചു കാണിച്ചത്. അത് അവർക്ക് ആ സമയത്ത് അമിത്ഷായുടെ പാർട്ടിയുടെ കള്ളത്തനവും പൊള്ളത്തനവും ഒക്കെ ഇവിടെ പൊളിഞ്ഞു വീണില്ലേ? ഇത് താങ്കൾ നേരത്തെ പറഞ്ഞതാണ്. അംബേദ്കറുടെ തെരഞ്ഞെടുപ്പിൽ ഏജന്റ് ആയിരുന്നത് RSSകാരനാണെന്ന് താങ്കൾ എന്ത് വെച്ചാണ് പറഞ്ഞത്? എന്ത് വെച്ച് ചരിത്രമാണ് നിങ്ങൾ പരിശോധിച്ചിട്ട്? ഏത് ചരിത്രം?
BR അംബേദ്കറുടെ ആദ്യമായി ഇലക്ഷനിൽ മത്സരിച്ച 1952 ഇലക്ഷൻ ഏജന്റ് ആയിരുന്നത് ദത്തോപാൻ ധേങ്കഡി ആയിരുന്നു. ഈ ദത്തോപാൻ ധേങ്കഡി ആരാന്നറിയോ? കേരളത്തിൽ RSS തുടങ്ങിയ ആളാണ് 1942. ഞാൻ ആധികാരികമായിട്ടാണ് പറയുന്നത്, പേരാണ് പറയുന്നത്, നിങ്ങൾക്ക് പരിശോധിക്കാം. ദത്തോപാൻ ധേങ്കഡി ആരായിരുന്നു? ഡോക്ടർ ശിവദാസൻ എനിക്കൊരു ക്ലാരിറ്റി വരുന്നത് അതിനകത്ത്. ഡോക്ടർ ശിവദാസൻ 42 RSSകാരനായ അദ്ദേഹം പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണോ മനസ്സിലാക്കുന്നത്? അല്ല, ഒറ്റ മിനിറ്റ്, അത് തെറ്റിദ്ധരിപ്പിച്ചു പോകാൻ പറ്റില്ല, തെറ്റിദ്ധരിപ്പിച്ചു പോകാൻ പറ്റില്ല. ദയവായി ഒരു ചോദ്യം താങ്കളിലേക്ക് വരാം, താങ്കളിലേക്ക് വരാം. അങ്ങനെ പറയുന്നത് ഈ കാര്യത്തിൽ ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം, ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം. അല്ലല്ല, ഒറ്റ മിനിറ്റ്. ശിവദാസനുള്ള മറുപടി തന്നെയാണ് ഞാൻ പറയുന്നത്. ശിവദാസനുള്ള മറുപടി അദ്ദേഹം പറഞ്ഞോട്ടെ, അദ്ദേഹം പറഞ്ഞോട്ടെ. ലാൽ അദ്ദേഹം പറഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് എനിക്ക് സമയം തന്നാൽ മതി, ഞാൻ പറഞ്ഞോളാം എന്തിനാണ്. അതാണ് അതിന്റെ കറക്റ്റ്. അതായത് ഈ RSSകാർ അല്ലെങ്കിൽ RSS നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടില്ല, അങ്ങനെയുള്ള ഒരു നിയമവും ഈ രാജ്യത്തില്ല. ഈ രാജ്യത്തിന് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അതാത് സന്ദർഭങ്ങളിൽ RSS തെരഞ്ഞെടുപ്പുകളിൽ ഇടപെട്ടിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെയാണ് സൗകര്യം പോലെ താങ്കളെ പോലുള്ളവർ വ്യാഖ്യാനിക്കുന്നതാണ്. താങ്കളുടെ വ്യാഖ്യാനം എന്തായാലും താങ്കൾ എന്റെ വ്യാഖ്യാനത്തെ താങ്കൾ നേരത്തെ തോന്നിയതുപോലെ എന്ന് പറഞ്ഞതുപോലെ തിരിച്ച് വ്യാഖ്യാനങ്ങളെ നമുക്ക് അത്ര വില കൽപ്പിക്കാൻ പറ്റൂ. ഇതൊന്നും ചരിത്ര സത്യമല്ല. ഡോക്ടർ ശിവദാസൻ നിങ്ങൾ പരിശോധിക്കട്ടെ. പരിശോധനയുടെ ഭാഗമായി ഒറ്റ മിനിറ്റ് ഇനി പറഞ്ഞോട്ടെ ശിവപ്രസാദ്, ഇനി പറഞ്ഞോട്ടെ. ഒന്ന്, RSS എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടിയല്ലെന്നും രാഷ്ട്രീയത്തിൽ ഇടപെടില്ല എന്നുള്ളതും പറയുന്നത് ആ സംഘടനയാണ്. അതിൽ നിന്ന് വിരുദ്ധമായിട്ടാണ് ഇദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ട്, അംബേദ്കറിൻ്റെ രാഷ്ട്രീയത്തിനെതിരായി, അംബേദ്കറിൻ്റെ നിലപാടിനെതിരായി RSSൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും വലിയ ക്യാമ്പയിൻ നടന്നിട്ടുള്ള കാലമാണ് 1950-കൾ എന്നുള്ളത് വിസ്മരിക്കരുത്. എന്താണ്, ഞാൻ നേരത്തെ 1952 പ്രാധാന്യം പറഞ്ഞു, ഹിന്ദു കോഡ് ബില്ലിനെ കുറിച്ച് പറഞ്ഞു, RSSൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അംബേദ്കറിനെതിരായിട്ടുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടുള്ള ക്യാമ്പയിനുകളുടെ ഫലങ്ങളെക്കുറിച്ചും ഞാൻ പറയുണ്ടായി. എന്ന് പറഞ്ഞാൽ RSS രാഷ്ട്രീയം ഇന്ത്യയിൽ അംബേദ്കറിനെതിരായി നടത്തിയിട്ടുള്ള ക്യാമ്പയിനുകൾ, ആ ക്യാമ്പയിനുകളിൽ അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കലുണ്ടായി, അദ്ദേഹത്തിനെതിരായിട്ടുള്ള ചുമരെഴുത്തുകളുണ്ടായി, പല നിലയിലുള്ള അക്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരായിട്ടുണ്ടായി. അതിൽ RSSും അലൈഡ് ഓർഗനൈസേഷനും അതിൻ്റെ ആ രാഷ്ട്രീയത്താൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള ആശയങ്ങളുമെല്ലാം ചേർന്ന് അംബേദ്കറിനെ ഒരു രാഷ്ട്രവിരുദ്ധനായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഉൾപ്പെടെ ശ്രമിക്കുകയുണ്ടായി. അപ്പോഴാണ് അംബേദ്കർ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്. ചിലർ പറയുന്നുണ്ട്, എന്താണ്, ആദ്യം ഹിന്ദു, അല്ലെങ്കിൽ ആദ്യം മുസ്ലിം, ആദ്യം സിഖ്, പിന്നെ ഇന്ത്യൻ എന്ന് ചിലർ പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് ആദ്യം ഹിന്ദു പിന്നെ രാഷ്ട്രം. ഹിന്ദു എന്ന് ചൊല്ലിയിടാം, എന്താ അറിയാലോ, എന്നിട്ട് തലയുയർത്തി നിൽക്കുക, എന്നിട്ട് പിന്നെയാണ് എന്തായി ഇന്ത്യക്കാരനെന്ന് പറയേണ്ടതെന്ന് പഠിപ്പിക്കുന്ന ചില കൂട്ടരുണ്ടല്ലോ. അവർക്ക് അംബേദ്കർ കൊടുത്തൊരു മറുപടിയുണ്ട്, ഞാൻ ആദ്യം ഹിന്ദുവല്ല, ഞാൻ ആദ്യം മുസ്ലിമല്ല, ഞാൻ ആദ്യം സിഖുകാരനുമല്ല, ഞാൻ ആദ്യവും അവസാനവും ഇന്ത്യക്കാരനാണ്, ഞാൻ ആദ്യവും അവസാനവും ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആർക്ക് കൊടുത്ത മറുപടി? RSSൻ്റെ രാഷ്ട്രീയത്തിന് കൊടുത്ത മറുപടി. ഹിന്ദു രാഷ്ട്രത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഹിന്ദുരാജ് വരികയെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ദുരന്തം സംഭവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. വീണ്ടും അദ്ദേഹം കൂട്ടിച്ചേർത്തു, എന്താണെന്നോ പറഞ്ഞത്, അത് ഇന്ത്യയെ മതരാഷ്ട്രത്തിൻ്റെ മതം പറഞ്ഞുകൊണ്ടുള്ള രാഷ്ട്ര വിഭജനത്തിലേക്ക് കൊണ്ടുപോകുന്ന രാഷ്ട്രീയത്തിനെതിരായിട്ട് നിശ്ചിതമായ നില അദ്ദേഹം സംസാരിച്ചു. ആരായിരുന്നു ദ്വിരാഷ്ട്രവാദം ഇന്ത്യയിൽ ഉയർത്തുന്നതിൽ മുൻഗാമിയായി നിന്നിട്ടുള്ളത്? ആ വ്യക്തി ആരാണ് എന്ന് ഞാൻ വിശദീകരിക്കേണ്ടുന്ന കാര്യമില്ല. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൻ്റെ അംബേദ്കറുടെ മാനിഫെസ്റ്റോ ഉണ്ട്. ആ മാനിഫെസ്റ്റോയിൽ അംബേദ്കർ പറഞ്ഞു, RSSൻ്റെയും ഹിന്ദു മഹാസഭയുടെയും രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം. നോക്കൂ, RSSൻ്റെയും ഹിന്ദു മഹാസഭയുടെയും രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ളതാണ് തൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരാളുടെ
ഏജൻ്റായിട്ട് പ്രവർത്തനത്തിന് പിന്തുണയുമായിട്ട് അതേ സംഘടന വരുമെന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയണ്ടായി, RSS BJP അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഭാരതരത്നം കൊടുത്തതിനെക്കുറിച്ച് പറയുണ്ടായി. VP സിംഗിൻ്റെ സർക്കാരിനെ മറിച്ചിട്ടവർ ആണ്. VP സിംഗിൻ്റെ സർക്കാർ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നപ്പോൾ ബാബരി മസ്ജിദ് തകർക്കുന്നതിനായിട്ടുള്ള നിലപാടെടുത്തപ്പോൾ BJP എങ്ങനെയാണ് VP സിംഗിനെ വേട്ടയാടിയത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി ഒന്നുകൂടി, അംബേദ്കറിൻ്റെ പ്രതിമ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നാം കാണുന്ന പ്രതിമയാണ്. പാർലമെൻറ്റിൻ്റെ മെയിൻ ഗേറ്റിൽ, പാർലമെൻറ്റിൻ്റെ ഏറ്റവും മുന്നിലായി അംബേദ്കറിൻ്റെ പ്രതിമ ഇന്നലകളിൽ ഉണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടി ആ വാക്കൊന്ന് ആവർത്തിക്കാം. അംബേദ്കറിൻ്റെ പ്രതിമ പാർലമെൻറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ ഏറ്റവും മുന്നിലായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴെവിടെയാ അംബേദ്കറിൻ്റെ പ്രതിമ എടുത്തു വെച്ചിട്ടുള്ളത്? നിങ്ങൾ പാർലമെൻറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരാൾക്ക് അംബേദ്കറിൻ്റെ പ്രതിമ കാണാൻ കഴിയുമോ? മൂലക്ക് കൊണ്ടുവച്ചിരിക്കുകയാണ് അംബേദ്കറിൻ്റെ പ്രതിമ. ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട കോർണറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന സ്ഥലത്തല്ല. അംബേദ്കറിൻ്റെ പ്രതിമ മാറ്റി സ്ഥാപിച്ചതിനെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, അംബേദ്കറിൻ്റെ രാഷ്ട്രീയത്തെ ഇവർക്ക് ചവറ്റുകൊട്ടയിലിടണം. അതാണ് അംബേദ്കറിൻ്റെ രാഷ്ട്രീയമാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. ആ രാഷ്ട്രീയത്താൽ ഭയചകിതരായിരിക്കുന്ന RSS അത് പല നിലയിൽ മരീച വേഷത്തിൽ രാഷ്ട്രീയത്തിൽ ഇടപെട്ടും ഇടപെടാതെയും ഒക്കെയാണ് RSS സഞ്ചരിക്കുക. അങ്ങനെ അവർ ആദിവാസി ജനവിഭാഗങ്ങളെ ചില പേരുകളിൽ സംഘടിപ്പിക്കാൻ നോക്കുന്നു, ചില പേരുകളിൽ ദളിത് ജനവിഭാഗങ്ങളെ സംഘടിപ്പിക്കാൻ നോക്കുന്നു. ആത്യന്തികമായിട്ടുള്ള ഇവരുടെ ലക്ഷ്യം എന്നുള്ളത് ജനാധിപത്യ ഇന്ത്യയെ തകർക്കുക, മതനിരപേക്ഷ ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ്. മതത്തിൻ്റെ പേരിൽ ജനതയെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. RSSഉം ജമാഅത്തെ ഇസ്ലാമിയും മതം പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് മതരാഷ്ട്രവാദികളെ ആകെ നമ്മൾ എതിർക്കാൻ തയ്യാറാവണം. ഒരു ഭാഗത്ത് RSSൻ്റെ മതരാഷ്ട്രവാദം, മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതരാഷ്ട്രവാദികളുടെ മുദ്രാവാക്യങ്ങൾ. രണ്ടിനുമെതിരായി അണിനിരക്കുന്ന ആളുകൾക്ക് അംബേദ്കറിൻ്റെ രാഷ്ട്രീയം പ്രചോദനമേകും എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ അംബേദ്കറുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് നമ്മളെ ആകെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലൊക്കെയാണല്ലോ ഇപ്പോൾ വരുന്ന ചില പ്രസ്താവനകളൊക്കെ കാണുമ്പോൾ, ചില പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ അംബേദ്കർ എന്തിനെയാണ് എതിർത്തത്? ഹിന്ദു മതത്തിനകത്തുള്ള സനാതനം എന്ന് പറയുന്ന വ്യവസ്ഥയെയാണ്, ജാതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സനാതനം എന്ന് പറയുന്ന വ്യവസ്ഥയെയാണ് അംബേദ്കർ എതിർത്തത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലുണ്ട് ആ വാക്ക്, സനാതനം എന്ന വാക്ക്. എന്താണ് RSSൻ്റെ അല്ലെങ്കിൽ BJP മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ ഹിന്ദു മതത്തിൻ്റെ സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള ആ പ്രത്യേകതകളാണ് അവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ എങ്ങനെയാണ് അംബേദ്കറുടെ രാഷ്ട്രീയമാണ് ഞങ്ങളുടെ രാഷ്ട്രീയമെന്ന് ഇപ്പോൾ ഈ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർ വിജയിക്കുക? അവിടെ ഈ RSS ആണ് അന്ന് അംബേദ്കർക്ക് തെരഞ്ഞെടുപ്പ് ഏജൻ്റായി നിന്നത് എന്നത് പോലും ഈ ചർച്ചകളിലൊക്കെ പറയാൻ ഒരു മടിയും ഷാബു പ്രസാദിന് ഇല്ലാതെ വരുമ്പോൾ ഇതെന്താണ് സർ ഇപ്പോൾ ഈ അംബേദ്കറെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവർ? ആദ്യം തന്നെ ഞാൻ ലാല പറഞ്ഞോട് തുടങ്ങാം. അംബേദ്കറുടെ പുസ്തകങ്ങളിലൊക്കെ അദ്ദേഹം ഏറ്റവും അധികം എതിർത്തിട്ടുള്ള സനാതന ധർമ്മത്തിൽ. അത് അദ്ദേഹം ഉപയോഗിക്കുന്ന പേരുകളോ അദ്ദേഹം എടുത്തിട്ടുള്ള കാഴ്ചപ്പാടുകളോ ഒന്നും നമ്മൾ നോക്കണ്ട. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തം. അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് സനാതന ധർമ്മം എന്ന് പറഞ്ഞ് ഒരു ബ്രാഹ്മണിക്കൽ കൺസെപ്റ്റാണ്. അത് ബ്രാഹ്മിണിസത്തിനെയാണ് അദ്ദേഹം എതിർത്തിരുന്നത്. അല്ലാതെ ഹിന്ദു ഇന്നിപ്പോ ഈ നമുക്കറിയാലോ, ഉദയനിധി സ്റ്റാലിനെ മറ്റൊക്കെ താറടിക്കാൻ നോക്കുന്ന ശ്രമം എന്താണ്? അത് സനാതന ധർമ്മത്തിന് എതിർക്കുന്നു, ലാലു പ്രസാദ് സനാതന ധർമ്മത്തിന് എതിർക്കുന്നു എന്നുള്ള വിധത്തിലാണ്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണീയ മതമാണ്. അതിലാണ് മനുശാസ്ത്രമെല്ലാം, മനുസ്മൃതി അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത്. അതിനെ മനുസ്മൃതിയെ ഏറ്റവും അധികം എതിർത്തിട്ടുള്ള വ്യക്തി ആരാണ്? അംബേദ്കറാണ് എതിർത്തിട്ടുള്ളത്. അതുമാതിരി അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം നമുക്കറിയാം നമ്മുടെ സംവരണത്തിനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നുള്ളത്. അത് പൂന ഉടമ്പടി ഒപ്പിട്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിൽ ഒപ്പിടുന്നതിന് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല, പക്ഷേ ഞാൻ ഒപ്പിടുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ പാവപ്പെട്ട ജനങ്ങളെ ഇവർ കൊന്നൊടുക്കും എന്നുള്ള ആൾക്കാണ്. അപ്പൊ അതിലൊക്കെ ആരാണ് ഇവർ എന്നുള്ളതൊക്കെ വ്യക്തമാണ്. മനസ്സിലായി? ഇതിനിപ്പോ RSS എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ തിരിച്ചു വരുന്നത്, അപ്പൊ അതേമാതിരി തന്നെ അദ്ദേഹം ഒരുപാട് കാര്യം ഗോവധത്തെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പല കാര്യങ്ങളെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. ആ എഴുതിയ കാലഘട്ടത്തിലൊന്നും അദ്ദേഹം ഒരു തരത്തിലും ഈ ഹിന്ദുത്വ എന്ന കാഴ്ചപ്പാടിനോട് ഒപ്പം നിന്നിട്ടില്ല.
അദ്ദേഹം ഒപ്പം നിന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഒരു 40-50 കൊല്ലം വരെ നമുക്കറിയാം. അതായത് ബാലാസാബ് ദേവറസ് ആയാലും സുദർശൻ ആയാലും, അല്ലെങ്കിൽ അതുമാതിരിയുള്ള മറ്റേ ഇടയ്ക്ക് വെച്ചിട്ട് മോഹൻ ഭാഗവത് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാലോ, സംവരണത്തെ പറ്റി നമ്മൾ വീണ്ടും ആലോചിക്കേണ്ട കാലം അടുത്തിരിക്കുകയാണ്. അത് അംബേദ്കർ സമ്മതിക്കോ? സമ്മതിക്കോ? ഇല്ല, അത് അംബേദ്കർ സമ്മതിക്കുന്നില്ല. അങ്ങനെ തുടർച്ചയായിട്ട് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും പുസ്തകങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ഈ ഒരു ഇതാണ്. പിന്നെ അദ്ദേഹം വളരെ സോഫ്റ്റ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. എന്താ സോഫ്റ്റ് ആയിട്ട് എഴുതാനുള്ള കാരണം? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ജനത അവരെവിടെയും എല്ലാം നിൽക്കുകയാണ്. ഇന്ത്യയിലെ ദരിദ്രർ, ഇന്നത്തെ ദാരിദ്ര്യം ഇന്ന് തന്നെ വലിയ ദാരിദ്ര്യത്തിലാണ്. അന്ന് എന്തായിരിക്കും അവരുടെ സ്ഥിതി എന്ന് ആലോചിക്കുക. അതുകൊണ്ട് അദ്ദേഹം വളരെ വളരെ ബുദ്ധിപൂർവമാണ് എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം വലിയ തീവ്രവാദം കാണിക്കാതെ അദ്ദേഹം മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ആ നിലക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യം, താങ്കൾ പറഞ്ഞല്ലോ ഞാനിപ്പോ ബുദ്ധമതത്തിന്റെ കേന്ദ്രമായ ഗയയിൽ, മനസ്സിലായില്ലേ, ബൗദ്ധവൃക്ഷത്തിന്റെ അടിയിലാണ് നിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഫോൺ വിളിച്ചപ്പോ. അപ്പൊ ആ നിലക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്നു, ശരി, നമ്മളെ പ്രസിഡന്റിനെ നമ്മൾ ഗിരിവർഗക്കാരിൽ പെട്ടുള്ള ട്രൈബലിനാക്കി അല്ലെങ്കിൽ ദളിതനാക്കി. പക്ഷെ ഒറ്റ ചോദ്യമുള്ളൂ, RSSന്റെ സർസംഘ ചാലകകളുടെ പേര് നമ്മളിത് പഠിക്കുക. ഇത്ര വർഷങ്ങളായിട്ട് ഏതെങ്കിലും ഒരു ദളിതനാക്കിയിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഇപ്പൊ കോൺഗ്രസ്സുകാർ ഇപ്പോഴെങ്കിലും കാർഗേനാക്കിയിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ദളിതനെ അതിന്റെ പ്രസിഡന്റ് മറ്റേ സർസംഘ ചാലക ആക്കിയിട്ടുണ്ടോ? ഒട്ടുമുക്കാൽ പേരും മഹാരാഷ്ട്രയിൽ നിന്നുള്ള ചിത്തഭവൻ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. പിന്നെ ബാലാസാബ് ദേവറസ് മാത്രമുള്ള രാജ്പൂട്ടായിട്ട് എന്റെ ഓർമ്മ വെച്ചിട്ട് ഞാൻ പറയണേ. അപ്പൊ ആ നിലക്കോ ഇതെല്ലാം അദ്ദേഹം അംഗീകരിക്കുന്ന പറഞ്ഞാൽ ഇതൊക്കെ എല്ലാം അംഗീകരിച്ചുകൊണ്ട് അവരോടൊപ്പം നിൽക്കും എന്നാണ് പറയുന്നത്. ഒരിക്കലും അദ്ദേഹം അവരോടൊപ്പം നിൽക്കൂലായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതിഷേധമല്ല, നമ്മുടെ അദ്ദേഹം ഇറങ്ങിപ്പോകാനുള്ള കാരണം തന്നെ എന്താ, നമ്മുടെ ഹിന്ദു സിവിൽ കോഡ് എന്നുള്ള സാധനം അദ്ദേഹം നടപ്പാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞ അതിൽ ബ്രാഹ്മണിക്കലായിട്ടുള്ള എലിമെന്റ്സ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഉദാഹരണം, പ്രദക്ഷിണം നടത്തുക, അങ്ങനെയുള്ള പല കാര്യം. ബ്രാഹ്മണ പ്രീസ്റ്റ് വേണം, അല്ലെങ്കിൽ കസിൻസിനെ കല്യാണം കഴിക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് വളരെ സൈദ്ധാന്തികമായിട്ട് ഇവരോട് ഒട്ടും യോജിക്കാത്ത ഒരു വ്യക്തിയാണത്. അപ്പൊ ആ യോജിക്കാത്ത വ്യക്തി, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, അല്ലെങ്കിൽ ശ്യാമപ്രസാദ് ഒരു വർഷം മാത്രം പറഞ്ഞോളൂ, ഇതിൽ ഒരുപാട് കാര്യങ്ങളിൽ കോൺഗ്രസ് ആയിട്ട് അദ്ദേഹം ഏറ്റുമുട്ടിയിട്ടുണ്ട്. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ല, കോൺഗ്രസിൽ ഒരു വിഭാഗമായിട്ട് അദ്ദേഹം നല്ലോണം ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇല്ല, ആ ഏറ്റുമുട്ടൽ ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിനെതിരാണ് അംബേദ്കർ എന്നും BJP ആണ് അതുകൊണ്ട് അംബേദ്കർ എന്നും ഒക്കെ ഇപ്പൊ പറയാൻ ശ്രമിക്കുന്നത്. അല്ല, അന്ന് BJP ഒന്നും ഇല്ലല്ലോ. ഇല്ല, BJP ഇല്ലാത്തതുകൊണ്ടാണ് RSS പറഞ്ഞത്. RSS എന്ന് പറഞ്ഞത് അല്ല, RSS ഒന്നുമില്ല. അല്ല, RSSന് അന്ന് ശക്തി ഉണ്ടെങ്കിൽ അന്ന് BJPക്ക് 2 MP ആവില്ലല്ലോ. മനസ്സിലായില്ലേ? അന്ന് 1-2 MP ഉള്ളൂ, വാജ്പേയി അടക്കം. ശ്യാമാപ്രസാദ് മുഖർജി ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടി, അതായത് RSSന്റെ പാർട്ടി തന്നെയാണ്. ആ പാർട്ടിക്ക് ഒരു ശക്തിയില്ലായിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ. അപ്പൊ പാർലമെന്റിൽ അദ്ദേഹത്തിന് അതിന്റെ ശബ്ദം കേൾപ്പിക്കാൻ പറ്റിയില്ല. ആ പറ്റിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അതിന്റെ സൈദ്ധാന്തികമായിട്ടുള്ള നമ്മൾ എവിടെ കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ ഓർഗനൈസറിന്റെ ലേഖനങ്ങളിൽ ആ കാലത്തുള്ള വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇവർ ഏത് കാഴ്ചപ്പാടുകാരാണെന്ന്. ഞാൻ പിന്നെ കുറച്ച് സത്യസന്ധമായി സംസാരിച്ചുകൊണ്ടാണ് മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞത്. അതിൽ വേറെ മറ്റുള്ള ആൾക്കാർക്കും അതിൽ പങ്കുണ്ട് എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ഏതായാലും ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അംബേദ്കറും RSSും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. കോൺഗ്രസും അംബേദ്കറുമായിട്ട് ബന്ധമുണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ബന്ധം ഉണ്ടായിട്ടുള്ളത് വേറെ രീതിയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കണത്. അത് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ വരുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടല്ല. അത് ശ്യാമപ്രസാദ് അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജോഗേന്ദ്രനാഥ് മണ്ഡൽ എന്ന ദളിത് നേതാവ്, അദ്ദേഹമായിരുന്നു മുസ്ലിം ലീഗിലെ ദളിത് മന്ത്രി പാകിസ്ഥാനിലെ. അദ്ദേഹത്തിന്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് ആണ് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വരുന്നത്. അപ്പൊ കോൺഗ്രസ്സുകാരുടെ ഔദാര്യം കൊണ്ട് വന്നതെന്ന് പറഞ്ഞാൽ ശരിയല്ല. അങ്ങനെയല്ല വന്നിട്ടുള്ളത്. അങ്ങനെ വന്നതല്ല, മറിച്ച് അദ്ദേഹം ഇങ്ങനെയാണ് വന്നത്. പക്ഷെ രാജിവെച്ച് പോയത് നമുക്കറിയാം. അദ്ദേഹം യൂണിഫോം സിവിൽ കോഡിന് അനുകൂലമായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ സിവിൽ കോഡ്, ഹിന്ദു സിവിൽ കോഡ് കൊണ്ടുവരുന്നത് എന്നുള്ളത് അത് ചില വിഭാഗങ്ങൾക്ക് മാത്രം, ബ്രാഹ്മണിക്കലായിട്ടുള്ള വിഭാഗങ്ങൾക്ക് മാത്രം വേണ്ടിയാണ്, അല്ലെങ്കിൽ സനാതന ധർമ്മത്തിനനുസരിച്ചാണെന്ന് അദ്ദേഹം പറഞ്ഞ് രാജിവെച്ചത്. അപ്പൊ അദ്ദേഹം, ഞാനത് എന്താ പറയുന്നത്, നമ്മളിപ്പോ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞ മാത്രമേ, ചരിത്രപരമായിട്ട് ഉള്ള നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ വീണ്ടും പറയാണ്. അതുകൊണ്ട് ഈ ഗഠബന്ധൻ ഏകദേശം അവസാനിച്ചു. സത്യത്തിൽ നമുക്ക് മനസ്സിലാവാം, കോൺഗ്രസിന്റെ എന്താണ് പറയാ, അതിന്റെ പേരുണ്ടായിരുന്നത് മുസ്ലിം ദളിത് ആദിവാസി എന്നുള്ള പേരിലായിരുന്നു അതിന്റെ ഇതറിഞ്ഞിരുന്നത്, അതിന്റെ കോമ്പിനേഷൻ അറിഞ്ഞിരുന്നത്. മനസ്സിലായി, അങ്ങനെ ഉണ്ടായിരുന്നു. ബാം, അതായത് ബ്രാഹ്മൺ ഹരിജൻ ആദിവാസി മുസ്ലിം, ബ്രാം എന്നാണ് കോൺഗ്രസിന്റെ ഇലക്ട്രൽ വോട്ട് എന്ന് പറഞ്ഞിരുന്നത്. ചൗധരി ചരൺ സിംഗിന്റെ അജ്ഗർ എന്നാ പറഞ്ഞിരുന്നത്. ആ ആദിവാസി ആ ബ്രാഹ്മൺ നമ്മുടെ ദളിത് വോട്ട്
കോൺഗ്രസിൽ നിന്ന് BJP ഏറ്റെടുത്തു. അത് നേരത്തെ പറഞ്ഞ തന്ത്രങ്ങളിലൂടെ. പക്ഷെ ഇപ്പോൾ അത് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രതിഫലനമാണ് MP-മാരുടെ എണ്ണം നോക്കിയാലും മറ്റുള്ള കാര്യങ്ങൾ നോക്കിയാലും നമ്മളത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നടന്നിട്ടുള്ള ഈ ഈ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഒബ്സർവേഷൻ എന്നുള്ള കളിയാക്കി അദ്ദേഹം പറഞ്ഞതിന് വേണ്ടിയിട്ട് വലിയൊരു വില ഭാരതീയ ജനതാ പാർട്ടി കൊടുക്കേണ്ടി വരും എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, എന്തായാലും പാർലമെന്റിലെ തൽക്കാലത്തേക്കുള്ള ചില നേട്ടങ്ങൾക്ക് വേണ്ടി അവിടെ ഇപ്പോൾ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആ ബില്ല് അവിടെ സ്വന്തം പാളയത്തിൽ തന്നെ അതിനെതിരെയുള്ള പടയുണ്ടാകുന്നത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള ചില വിവാദങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന നിരീക്ഷണം കൂടി വരുമ്പോൾ ചെറിയ ചില ലക്ഷ്യങ്ങളല്ല ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുകൂടി ഇപ്പോൾ കണ്ടെത്തുകയാണ്. വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട്, വരുന്ന കാലത്തേക്കുള്ള സീറ്റ് പിടിക്കലുകളുടെ ഒരു തന്ത്രം കൂടിയുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ BR അംബേദ്കറുടെ പേരിൽ ഉള്ള ഈ ഒരു അവഹേളനം വന്നതിൻ്റെ പിന്നാലെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്നാൽ പിന്നെ ഇനി ഒന്നും നടക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭരണപക്ഷത്തു നിന്ന് തന്നെ വലിയ പ്രതിഷേധവുമായിട്ടൊക്കെയാണ് ഇപ്പോൾ ഇന്നലെ ഇന്നുമൊക്കെ വരുന്നത് നമ്മൾ കണ്ടത്. അതിൻ്റെ പേരിൽ പ്രതിപക്ഷ നേതാക്കളുടെ പേരിൽ കേസുകൾ വരെ എടുക്കുന്ന, രാഹുൽ ഗാന്ധിക്കെതിരെയൊക്കെ കേസ് വരെ എടുക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. ഈ തിരിച്ചിങ്ങോട്ടിട്ട ആ പന്ത് അങ്ങോട്ടേക്ക് അടിച്ചു കൊടുക്കുക എന്നുള്ളത്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി പോവുക എന്നുള്ളതാണോ? ഭരണപക്ഷത്ത് ഒരു കൂടുതൽ ഉത്തരവാദിത്തമുണ്ടല്ലോ, ഈ ബിസിനസ് നടക്കണമല്ലോ പാർലമെൻറ്റിൽ, അതിനു വേണ്ടിയുള്ള ഒരു ശ്രമവും ഇല്ലാതെ എങ്ങനെയെങ്കിലും അടിച്ച് കലക്കി പോവുക, ഇത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിലൊരു ഖേദപ്രകടനം നടത്തി BR അംബേദ്കറോടൊരു മാന്യത കാണിച്ചാൽ എന്താണ് അമിത്ഷായ്ക്ക് നഷ്ടപ്പെടുക? BR അംബേദ്കറോട് മാന്യത BJPക്ക് കാണിക്കാൻ അതിന് പ്രതിപക്ഷത്തിൻ്റെയോ നിങ്ങളുടെ ആരുടെയോ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, അതവർ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയൊക്കെ അർഹിക്കുന്ന മാന്യതയെ അവർക്ക് കിട്ടുകയുള്ളൂ. അത് അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ മാന്യതയുടെ പേര് പുച്ഛമെന്നാണ്. ആ പുച്ഛമാണ് കൊടുക്കുന്നത് ഈ കാണിക്കുന്ന പ്രവർത്തികൾക്ക്. ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഉടനീളം ആദ്യം അദാനി എന്നും പറഞ്ഞുകൊണ്ട് പാർലമെന്റ് സമ്മേളനം മുഴുവനും കലക്കി. അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോന്നായിട്ട് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ജനകീയമായ എന്തെങ്കിലും ഒരു ഇഷ്യൂ പറഞ്ഞ് ഇവർ ചർച്ചയ്ക്ക് മുതിർന്നിട്ടില്ല. ഈ കിടന്ന് ബഹളം വെച്ച് പാർലമെന്റ് സമ്മേളനം അപ്പാടെ ബഹളത്തിൽ മുക്കുക എന്നുള്ളത് അങ്ങനെയെങ്കിലും ജനശ്രദ്ധ അങ്ങനെ മാത്രമേ. BJPക്കാണല്ലോ ഏറ്റവും കൂടുതൽ സമയം കിട്ടിയത് പാർലമെന്റിൽ സംസാരിക്കാൻ. ആ സമയത്ത് അവർക്ക് അത് പറയാമല്ലോ, ജനങ്ങൾ അത് കേൾക്കുമല്ലോ. അതില്ലാതെ തിരിച്ച് അങ്ങോട്ട് ഇവരെ ആക്രമിക്കുക വരെ കാര്യങ്ങളെത്തി. അത് പറഞ്ഞിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. പാർലമെന്റ് കഴിഞ്ഞ ദിവസം വയോധികനായ ഒരു BJP MP-യെ തള്ളി താഴെയിട്ട് ശാരീരികമായി ആക്രമിക്കുക എന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇതുവരെയുള്ള പാർലമെന്ററി ചരിത്രത്തിൽ ഇതുവരെ ആരും അതിന്റെ ദൃശ്യങ്ങൾ കണ്ടിട്ടില്ല, ഈ തള്ളി താഴെ ഇടുന്നതിന്റെ. എന്തായാലും ആ തള്ളി താഴെയിട്ട അക്രമത്തിന് വിധേയനായ MP കേസ് കൊടുത്തിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലുത്. അല്ല, അത് സ്പീക്കറോട് പറയാമല്ലോ, മാന്യമായി സ്പീക്കറോട് പറയാതെ രാഹുൽ ഗാന്ധിക്കെതിരെ എന്നാ ഒരു കേസ് കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയുക എന്നൊക്കെ പറയുന്നത് പിന്നല്ലാതെ ഗുണ്ടായിസം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ പോലീസ് സ്റ്റേഷനിലാണ് കേസ് കൊടുക്കുക. ഗുണ്ടായിസം കാണിച്ചു കഴിഞ്ഞാൽ, തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇതൊക്കെ എംപിമാരെ ഗുണ്ടകളെന്നും തെമ്മാടികളെന്നും ഒക്കെ വിളിക്കുന്നത് RSS മാത്രം ഭാഷയാണെന്നുള്ള എനിക്ക് അറിയില്ല. പക്ഷെ അങ്ങനെ എല്ലാ MP-മാരും അതേ നിലയിലേക്ക് മാറും. അങ്ങനെയാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നത് പോലെ ആകും. നിങ്ങളുടെ ഭാഗത്തും അതേപോലെയുള്ള ആളുകളുണ്ടെന്ന് പറയേണ്ടി വരും. അസംബ്ലിയിലായാലും പാർലമെന്റിലായാലും തെമ്മാടിത്തരം കാണിക്കുന്നവനെ തെമ്മാടിന്നേ വിളിക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഈ കേരള അസംബ്ലിയിലെ മുണ്ടും മാടിക്കുത്തി തെമ്മാടിത്തരം കാണിച്ചൊരുത്തൻ ഇന്ന് കേരളത്തിന്റെ മന്ത്രിയാണ്. അൺഫോർച്ചുനേറ്റ്ലി അതിന് തെമ്മാടിത്തരം പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കിട്ടാതെ പോയ അവസരങ്ങളെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു തീർക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല. ജനങ്ങളാണ് ഇവരെയൊക്കെ തെരഞ്ഞെടുക്കുന്നത്, ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഞാൻ വരാം. ഡോക്ടർ ശിവദാസൻ, എന്താണ് പാർലമെന്റിൽ നടന്നത് എന്നുള്ളത് ഷാബു പ്രസാദ് വിശദീകരിക്കും പോലെയാണോ? ഇനി അതിനുള്ള നിങ്ങളുടെ പ്രതികരണം വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ തന്നെ ആയിരിക്കും? ഇതിനോടിപ്പോൾ അമിത്ഷാ എന്താണ് ചെയ്തതെന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. നിങ്ങൾ എന്താണ് ഇനി പറയാൻ പോകുന്നത്?
പാർലമെൻറ്റിൽ ജനാധിപത്യപരമായ ചർച്ച നടത്തുന്നതിന് RSSൻ്റെ BJPയുടെ രാഷ്ട്രീയം അവിടെ അനുവദിക്കുന്നില്ല. പാർലമെൻറ്റിൽ കുഴപ്പമുണ്ടാക്കി ചർച്ച നടത്താണ്ടാക്കിയത് BJPയുടെ MP-മാരാണ്. എത്രയോ ദിവസങ്ങൾ അവർക്ക് ചർച്ച നടത്താൻ താല്പര്യമില്ല. ചർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്, പലതും ബഹുജനങ്ങൾ അറിയും. അദാനിയുടെ വിഷയം തന്നെ ആവട്ടെ, എന്താ ചർച്ച ചെയ്താൽ എന്താ കുഴപ്പം? ഇനി ജോർജ് സോറോസ് എന്ന് പറഞ്ഞിട്ട് നടന്നു, ഞങ്ങൾ പറഞ്ഞു ചർച്ച ചെയ്തോട്ടെ, ആർക്കാ കുഴപ്പം? ചർച്ച ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്തിനാണ് മടി? നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? നിങ്ങൾക്കല്ലേ കൂടുതൽ സമയം കിട്ടുന്നത്? നിങ്ങൾക്ക് വാരി വലിച്ച സമയം തരികയല്ലേ? എന്താണ്, ആദ്യം ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രസംഗം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രസംഗം നടത്തുന്നു, അതിനിടയിൽ മന്ത്രിമാരൊക്കെ നീണ്ട പ്രസംഗങ്ങൾ നടത്തുന്നു, മറുപടിയായിട്ട് അതിനേക്കാളേറെ വലിയ പ്രസംഗം നടത്തുന്നു. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് നിങ്ങൾ ഈ ട്രഷറി ബെഞ്ച് എത്ര സമയമാണ് അവർ ചർച്ച ചെയ്യാൻ അനുവദിക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാം കാണുകയല്ലേ? നമ്മൾ കാണുകയാണ്. കേരള നിയമസഭ പോലെ ചർച്ചയ്ക്ക് ഇടം കൊടുക്കുന്ന ഒന്നല്ല. കേരളത്തിൽ പ്രതിപക്ഷമൊക്കെ നന്നായിട്ട് ചർച്ചയിൽ ഇടപെടുകയും അതിനുള്ള സമയവും നിയമസഭയിലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ പാർലമെൻറ്റ് അങ്ങനെയല്ല. പ്രതിപക്ഷത്തിന് സമയം കിട്ടാത്ത, പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കാത്ത, ബില്ലുകൾ ചർച്ച ചെയ്യാതെ പാസ്സാക്കുന്ന ജനാധിപത്യ വിരുദ്ധതയുടെ കേന്ദ്രമാക്കിയതിനെ മാറ്റാനാണ് RSS BJP രാഷ്ട്രീയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് അപകടകരമായതാണ്. ഇനി അതിനപ്പുറത്ത് ഇപ്പം നടന്നിട്ടുള്ള സംഭവം എന്താണ്? ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഏറ്റവും നിന്ദ്യമായ പ്രസംഗം നടത്തിയപ്പോൾ അതിനെതിരായിട്ട് പ്രൊട്ടസ്റ്റ് നടത്തിയ പ്രതിപക്ഷാംഗങ്ങളുടെ ആ പ്രൊട്ടസ്റ്റിനിടയിലേക്ക് ഞങ്ങൾ കാൽബലമുണ്ട്, കൈക്കരുത്തുണ്ട് എന്ന് കരുതിയിട്ട് കുറച്ചാളുകൾ കയറി അങ്ങോട്ട് നിൽക്കുകയാണ്. മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെ തള്ളിയിടുകയാണ്. നമ്മളൊക്കെ കണ്ടതല്ലേ. പിന്നെ ഇതിൻ്റെയൊക്കെ CCTV ഒക്കെ ആരുടെ കയ്യിലാണ് ഉണ്ടാകുക? ഞങ്ങളുടെ കയ്യിലല്ലല്ലോ. ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന മെഷീനറിയൊക്കെ നിങ്ങളുടെ കയ്യിലല്ലേ. പാർലമെൻറ്റിൻ്റെ മുക്കും മൂലയിലും നിങ്ങൾക്ക് എന്തുണ്ട്, CCTV ക്യാമറയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. നിങ്ങൾക്ക് അതെടുത്തിട്ട് കാണിക്കാമല്ലോ, എല്ലാം ആളുകളെ കാണിക്കാൻ പറ്റുമല്ലോ. ഇടയ്ക്കെന്തോ ഒരു പൈസയുടെ കാര്യം പറഞ്ഞിട്ട് പാർലമെൻറ്റിൽ നിങ്ങൾ ബഹളം വെക്കുന്ന കേട്ടല്ലോ. ഇപ്പോഴെന്തേ ആ പണത്തിൻ്റെ കാര്യമൊന്നും മിണ്ടാതിരിക്കുന്നത്? ഒരു സീറ്റിലെങ്ങാൻ 50,000 രൂപ ആരുടെയോ 50,000 രൂപ കിട്ടിയെന്ന് പറഞ്ഞിട്ട് വലിയ ബഹളം വെക്കുന്നുണ്ടല്ലോ. അദാനിയുടെ കോടികളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടുന്ന അവസരം വന്ന സമയത്ത് അത് ചർച്ച ചെയ്യാതാക്കുന്നതിന് വേണ്ടി അവിടെ ഏതോ ഒരു പാർലമെൻറ്റ് അംഗം മറന്നു വെച്ച് പോയ ബാഗിനെക്കുറിച്ചും അവിടെ ഉണ്ടായിട്ടുള്ള പണത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് സമയം കൊല്ലാനല്ലേ നിങ്ങൾ നോക്കിയത്? പാർലമെൻറ്റ് നടത്താനാവാത്ത സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നത് RSS BJP രാഷ്ട്രീയമാണ്. അതുകൊണ്ട് പാർലമെൻറ്റ് ചർച്ചയുടെ വേദിയാവണം. അവിടെ പരസ്പരമുള്ള ആശയ സംവാദം ഉണ്ടാവണം. അതിലൂടെ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരവസരം ഉണ്ടാവണം. അതാണ് RSSും BJPയും നിഷേധിക്കുന്നത്. അതിനെതിരായി എല്ലാവരും കൈകോർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കടമ. അതിൽ എല്ലാവരെയും യോജിപ്പിക്കുന്ന ഒരു കണ്ണിയായി, രാജ്യസ്നേഹികളെ യോജിപ്പിക്കുന്ന കണ്ണിയായി അംബേദ്കറിൻ്റെ പേരും അംബേദ്കറിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള സംഭാവനകൾ ഉണ്ടാവും എന്നുള്ളത് കൂടി. ചർച്ചയുടെ അവസാന ഘട്ടത്തിലാണ്, അവസാനത്തെ ഭാഗമാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ, താങ്കൾ ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇക്കാര്യത്തിൽ ജനം എന്തായാലും നോക്കി നിൽക്കുന്നുണ്ട്. എത്രമാത്രം പ്രശ്നങ്ങൾ ആണ് ഭരണപക്ഷത്ത് നിന്ന് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ബഹളങ്ങളാണ് അത് ഒഴിവാക്കാതെ മുന്നോട്ട് പോകുന്നത്, കൂടുതൽ ബലം പിടിച്ച് ബഹളങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സ്പീക്കർ ഇടപെട്ട് ശരിയാക്കേണ്ട സ്ഥലത്ത് സ്പീക്കർ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കൂടുതൽ സമയം തങ്ങളുടെ ഭരണപക്ഷത്തിന് അനുവദിച്ചു കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അംബേദ്കറാണ് വിഷയം. അതൊരു സാധാരണ വിഷയമായി BJP കണ്ടാൽ BJPക്ക് അത് രക്ഷപ്പെട്ട് പോകാൻ സാധിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അതിലൊരു കാര്യമുണ്ട്, ഞാൻ പറയാം, പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാം. ഈ ഇന്ത്യ അലയൻസ് പറയുമ്പോൾ അവിടെ കിടന്ന് കുറെ കൂക്കുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഒരുപാട് ദളിത് സംഘടനകളുണ്ട് ഇന്ത്യയിൽ ദളിത് ചിന്തകരുണ്ട്. അവരായിട്ടൊക്കെ ബന്ധപ്പെടണം. ഇപ്പോൾ ഉദാഹരണം തന്നെ മഹാരാഷ്ട്രയിൽ അവർ പ്രകാശ് അംബേദ്കർക്ക് സീറ്റ് കൊടുക്കാതെ ഒഴിവാക്കി. കോൺഗ്രസിന്റെ ഈ നയങ്ങൾ പറ്റുന്ന തരാറാണ്. ജതിൻ റാം മാജി അദ്ദേഹം ഇവരെ കൂടെ നിൽക്കുന്നു. ചന്ദ്രശേഖർ ആസാദ് അദ്ദേഹത്തെ കൂട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ദളിതുകൾ ഒരു ഒറ്റ ചിതറിച്ചിന്നി കിടക്കുന്ന ഒരു വിഭാഗമാണ്. ആ വിഭാഗങ്ങളെ ഒന്നിക്കുന്ന തന്ത്രം ഈ ഇന്ത്യ അലയൻസിന്റെ നേതൃത്വം ഏറ്റെടുക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. രാഹുൽ ഗാന്ധി കുങ്ഫു വിദഗ്ധനാണെന്നും ഒരു ഗിരിവർഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയെ ആ കുങ്ഫു കൊണ്ട് ആക്രമിച്ചു എന്നും പറഞ്ഞിട്ട് വലിയ പ്രചാരണം നടത്തുന്നുണ്ട്. അത് തെറ്റാണ്, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അങ്ങനെയാണെങ്കിൽ അതിന്റെ റെക്കോർഡുകൾ കാണിക്കണം. കാരണം ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത്തോളം ഏറ്റവും മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെ എന്നുള്ളത് ഞാൻ നേരിട്ട് അറിയുന്ന വ്യക്തികൾ എന്നുള്ളതൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇത്രയാണ് ഞാൻ ഈ കാര്യത്തെ പറ്റി പറയാനായിട്ട്. എന്തായാലും BR അംബേദ്കറുടെ പേരിൽ ഇപ്പോൾ പാർലമെന്റിൽ ഉരുത്തിരിഞ്ഞു വന്ന വിഷയം
എന്തായാലും രാജ്യത്താകെ വ്യാപിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഈ കാര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഇന്ത്യ മുന്നണി തന്നെ നേരത്തെ കണ്ടതിനേക്കാൾ, പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങിയപ്പോൾ കണ്ടതിനേക്കാൾ വലിയ രീതിയിലുള്ള ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം കൂടി ഇപ്പോൾ കാണുന്നുണ്ട്. BJPക്ക് അത് എങ്ങനെ ഇനി നേരിടാനാകും എന്ന് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ BR അംബേദ്കർക്കൊപ്പം നിൽക്കുന്ന സംഘടനകളുടെ കൂടി വലിയ പിന്തുണ ഇനിയും ഈ രാഷ്ട്രീയ പാർട്ടികൾ കൂടി പ്രതിപക്ഷത്തിന് കൂടി ഉണ്ടാകുകയാണെങ്കിൽ അത് വലിയ രാഷ്ട്രീയമായി മാറും എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ V ശിവദാസൻ, ഷാബു പ്രസാദ്, ഒപ്പം ഡോക്ടർ ഫസൽ ഗഫൂർ. ന്യൂസ് അവസാനിക്കുകയാണ്.